പ്രിയമുള്ളവരെ, ഡോക്ടർ സംസാരിക്കുന്നതിനിടയിൽ മസ്തിഷ്ക മരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. രാവിലെ 10 മണി മുതൽ ഈ കൊടും ചൂടത്ത് ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേരതിൻ്റെ വക്കത്താണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പലപ്പോഴും നമുക്ക് ശ്രദ്ധയുടെ ഒരു പരിമിതിയുണ്ട്. അത് ഇപ്പോഴും അനുഭവപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പ്രാചീന വിജ്ഞാന ശാഖയാണ്. കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും അത് ഈ അന്ധവിശ്വാസങ്ങൾ മനുഷ്യരിൽ അടിച്ചേൽപ്പിക്കാൻ ആരോ ഉണ്ടാക്കി വിട്ട ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ചരിത്രം അങ്ങനെയല്ല. ജ്യോതിഷം ജ്യോതിസുകളെക്കുറിച്ചുള്ള പഠനമാണ്, ആകാശത്ത് തിളങ്ങുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ്. ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ നക്ഷത്ര പഠനം എന്നേ അർത്ഥമുള്ളൂ. നക്ഷത്രങ്ങളെക്കുറിച്ച് ഉള്ള പ്രാചീന മനുഷ്യൻ്റെ പഠനമാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം. ജ്യോതിശാസ്ത്രം വളരെ കാലത്തിന് ശേഷം അതിൽ നിന്ന് വേർപെട്ടു പോയി വളർന്ന ഒരു ശുദ്ധ ശാസ്ത്രശാഖയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ജ്യോതിഷം തുടങ്ങിയ കാലത്ത് നമുക്കൊക്കെ നമ്മുടെ പ്രപഞ്ച വീക്ഷണം വളരെ പരിമിതമായിരുന്നു. ഭൂമിയാണ് കേന്ദ്രം, ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി ഭൂമിയാണെന്നും ആ ഭൂമിയിൽ തന്നെ മനുഷ്യനാണ് ഏറ്റവും പ്രധാന സൃഷ്ടിയെന്നും ബാക്കി എല്ലാ സൃഷ്ടികളും മനുഷ്യന് വേണ്ടിയാണെന്നും ഒക്കെ മനുഷ്യൻ തന്നെ വിശ്വസിച്ച അല്ലെങ്കിൽ പറഞ്ഞു പരത്തിയ ഒരു കാലമാണത്. അപ്പം ആകാശത്തിൽ കാണുന്ന കൊച്ചു കൊച്ചു വസ്തുക്കൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ ഒക്കെ തന്നെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ചുറ്റുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. എല്ലാം ഏതാണ്ട് ഒരേ വേഗത്തിലാണ് പോകുന്നത്. മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതിയാണത്. 4 മിനിറ്റിൽ 1 ഡിഗ്രി വെച്ചത് നീങ്ങിക്കൊണ്ടിരിക്കും. ഒരു വസ്തു കിഴക്ക് പ്രത്യക്ഷപ്പെട്ടാൽ പിന്നീട് 4 മിനിറ്റിൽ 1 ഡിഗ്രി വെച്ച് അത് പടിഞ്ഞാറോട്ട് നീങ്ങിപ്പോകും. എന്തുകൊണ്ടാണ് എല്ലാം ഒരേ സ്പീഡിൽ ഇങ്ങനെ ഭൂമിയെ ചുറ്റുന്നത് എന്നുള്ളതിന് ഒരു വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്കറിയാം ഭൂമി കറങ്ങുന്നതിൻ്റെ വേഗതയാണത്. ഭൂമി 4 മിനിറ്റിൽ 1 ഡിഗ്രി വെച്ച് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുമ്പം കിഴക്കുള്ള വസ്തുക്കളെല്ലാം അതേ വേഗത്തിൽ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്. എന്തായാലും ശരി, ഈ ഒരു ധാരണ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഈ വസ്തുക്കളൊക്കെ തന്നെ ദിവ്യ വസ്തുക്കളാണ് എന്ന് കരുതിയിരുന്നു. അതിൽ സൂര്യനും ചന്ദ്രനും മാത്രമാണ് കുറച്ച് വലിപ്പമുള്ളത്. എങ്കിലും അതിനെ അത്ഭുതത്തോടെയാണ് അവർ കണ്ടത്. കാരണം ചെറിയ ഒരു സാധനം, ഒരു ഇട്ടായോളം വലിപ്പമുള്ള ഒരു വസ്തു, ഏറിയാൽ 1/2 ഡിഗ്രി ഡയമീറ്ററുള്ള ഒരു വസ്തു ഈ ഭൂമിയെ ഇങ്ങനെ ചുട്ടുവഴിപ്പിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അന്നത്തെ ഒരു സാഹചര്യത്തിൽ വികസിതം എന്ന് കരുതാമായിരുന്ന അന്നത്തെ എല്ലാ സംസ്കാരങ്ങളിലും സൂര്യനൊരു ദേവനായിരുന്നു, അല്ലെങ്കിൽ ദൈവമായിരുന്നു. സൂര്യഭഗവാനാണ് നമുക്ക്. ഗ്രീക്കുകാർക്ക് അപ്പോളോ ദേവനാണ്. അതുപോലെ എല്ലാവർക്കും ഈജിപ്തുകാർക്ക് റാ എന്ന് പറയുന്ന ദൈവമാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും സൂര്യൻ ഭഗവാനാണ്, ദൈവമാണ്. ചന്ദ്രനും മിക്കവർക്കും ദൈവം തന്നെയായിരുന്നു. നക്ഷത്രങ്ങളും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ദൈവങ്ങളാണ്, അതിശയകരമായ ശക്തികളുള്ള വസ്തുക്കൾ. ഇങ്ങനെ വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ അത്ഭുതം തോന്നുന്നൊരു സംഗതി, ഇതിനെ നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൂടെ എന്ന് മനുഷ്യൻ ചിന്തിച്ചു എന്നുള്ളതാണ്. ഇവയെല്ലാം ഭൂമിയുടെ ചുറ്റും പോകുന്നു. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം? ആ ചിന്ത, അതാണ് ശാസ്ത്രം യഥാർത്ഥത്തിൽ.
നമുക്ക് ഈ പ്രകൃതിയിൽ കാണുന്ന വസ്തുതകളെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം, അത് അന്ന് മുതൽ തന്നെ മനുഷ്യൻ ചെയ്തു എന്നുള്ളത് ഒരു അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ക്ലോക്കില്ലാതിരുന്നൊരു കാലത്ത് സമയം കണക്കാക്കാൻ അവരിതിനെ ഉപയോഗപ്പെടുത്തി. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അതിന് കാരണം എല്ലാ വസ്തുക്കളും കിഴക്ക് ഉദിച്ചാൽ പടിഞ്ഞാറോട്ട് 4 മിനിറ്റിൽ 1 ഡിഗ്രി വെച്ച് പോകും. അങ്ങനെയാണെങ്കിൽ സൂര്യനും അത് തന്നെ രാവിലെ ഉദിച്ചാൽ 4 മിനിറ്റ് 1 ഡിഗ്രി വെച്ച് പോകും. 6 മണിക്കൂർ കഴിയുമ്പോൾ തലയ്ക്ക് മുകളിലെത്തും 30 ഡിഗ്രി സഞ്ചരിച്ചിട്ട്. നക്ഷത്രങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് രാത്രിയിൽ സമയം നോക്കാൻ നക്ഷത്രങ്ങളാണ് നല്ലത്. നക്ഷത്രങ്ങൾ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ 12 മണിക്കൂർ കൊണ്ട് തന്നെ കിഴക്കുതിച്ച് പടിഞ്ഞാറോട്ട് നീങ്ങി പോകും. അപ്പോൾ ഒരു നക്ഷത്രം സന്ധ്യയ്ക്ക് ഉദിക്കുന്നൊരു നക്ഷത്രത്തെ കണ്ടുവച്ചാൽ പിന്നീട് അത് എവിടെ എത്തി നോക്കിയാൽ സമയം തരും. അങ്ങനെ ആകാശത്തിലൊരു ക്ലോക്ക് കണ്ടെത്തിയതാണ് ഒരു പക്ഷേ ആദ്യത്തെ മനുഷ്യൻ്റെ വലിയ കണ്ടെത്തൽ ആകാശത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് ആർക്കാ പ്രയോജനപ്പെട്ടത്? പുരോഹിതർക്കാണ്. സാധാരണ മനുഷ്യർക്ക് അന്ന് രാത്രിയിൽ സമയം അറിയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. വേട്ടയൊക്കെ ആടിക്കഴിഞ്ഞു ഒരു നൃത്തമൊക്കെ ചെയ്തിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ളതാണ്. പക്ഷേ ഈ പുരോഹിതർക്ക് ദൈവങ്ങളെ പ്രീതിപ്പെടുത്തണമെങ്കിൽ കൃത്യസമയത്ത് ചടങ്ങുകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. സമയം കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഒരു ക്ലോക്ക് വേണം. ആകാശം ഒരു ക്ലോക്കായിട്ട് മാറി. അതുകൊണ്ട് പുരോഹിതരുടെ ശാസ്ത്രമായിട്ടാണ് ജ്യോതിഷം വളരുന്നത് ലോകത്തെല്ലായിടത്തും. അതെ, ബാബിലോണിയ, ഇപ്പം നമ്മൾ ഇറാഖ് എന്ന് വിളിക്കുന്ന രാജ്യം, അവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഷെയ്പ്പ് പോലും ഇങ്ങനെ ഒരു സിഗറത്തുകളെന്ന് പറയും. ഇങ്ങനെ മുകളിലോട്ട് കൂമ്പി വരും. മുകളിലത്തെ തട്ട് വാനനിരീക്ഷണത്തിലുള്ളതാണ്. താഴെ പല തട്ടിൽ പല ദൈവങ്ങളുണ്ടാവും. ഓരോ ദൈവത്തെയും പ്രീതിപ്പെടുത്താൻ പൂജകളും കർമ്മങ്ങളും. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ സമയം അറിയാൻ ആകാശ നിരീക്ഷണം വേണം. അതിനാണ് മുകളിലത്തെ തട്ട് ഉപയോഗിച്ചിരുന്നത്. വാനനിരീക്ഷകരും കൂടിയായിരുന്നു ഈ പുരോഹിതർ. ഇതാണ് മിക്ക രാജ്യങ്ങളിലും വാനനിരീക്ഷണം അന്ന് അത്യാവശ്യമായിരുന്നു. അടുത്തൊരാവശ്യമായിട്ട് വരുന്നത് ജ്യോതിഷം ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് ഒരു നിരീക്ഷണാത്മക ശാസ്ത്രം എന്നുള്ള നിലയ്ക്കാണ് ആദ്യം വളരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്ത ആവശ്യം വരുന്നത് സ്വാഭാവികമായിട്ടും കാലം ഗണിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ദിക്കറിയുക. രണ്ടാമത്തെ ആവശ്യം ഏതാണ്ട് ഒരു ദിക്കറിയുക എന്നുള്ളതായിരിക്കും. എങ്ങനെയാണ് പണ്ട് കാലത്ത് റോഡൊന്നും ഇല്ലാത്തൊരു കാലത്ത് ദിക്ക് കണ്ടുപിടിക്കുക? അതന്നത്തെ ഒരു പ്രശ്നമാണ്. ദിക്ക് കണ്ടുപിടിക്കാൻ നമുക്കൊരു പ്രയാസമില്ല. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നടന്നൊരു വഴിത്താര ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വഴിയെ പിന്നെയും നമുക്ക് പോകാം, ഏകദേശം ദിക്കൊക്കെ കാണാം. പക്ഷേ മരുഭൂമിയിൽ സഞ്ചരിക്കുന്നവർക്ക് ഒരു വലിയ പ്രശ്നമാണ്. കാരണം അവിടെ ഒരു അടയാളവും നിൽക്കില്ല. അതുകൊണ്ട് ദിക്കറിയാൻ ഭൂമിയിൽ ഒരു അടയാളവും വെക്കുക പറ്റില്ല. അവർക്കാണെങ്കിൽ കച്ചവട ആവശ്യത്തിന് ഇന്ത്യയിലേക്കും ചൈനയിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. അങ്ങനെ പോകുമ്പോൾ എങ്ങനെ പോകും, എങ്ങനെ ദിക്കറിഞ്ഞു പോകും? അതിനാണ് അവർ ആകാശ നിരീക്ഷണം ഇതിന് പ്രാധാന്യം കൊടുത്തത്. സമയം അളക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം നക്ഷത്ര നിരീക്ഷണത്തിന് കിട്ടുന്നത് ദിക്കറിയാൻ വേണ്ടിയാണ്. അതിന് പറ്റിയ ചില നക്ഷത്രങ്ങളുണ്ട് ആകാശത്ത്. നിങ്ങൾക്കറിയാം, ധ്രുവ നക്ഷത്രം, പൊളാരിസ്, പോൾസ്റ്റാർ, അതിലൊന്നാണ്. വടക്ക് ഭാഗത്ത് നമുക്ക് ഇപ്പം കോഴിക്കോടുകാർക്കാണെങ്കിൽ ഏതാണ്ട് വടക്കേ ചക്രവാളത്തിൽ നിന്ന് ഒരു 10-10.5 ഡിഗ്രി ഉയരത്തിലായിട്ട് ഈ നക്ഷത്രത്തെ കാണാം. ആ നക്ഷത്രത്തെ കണ്ടു കഴിഞ്ഞാൽ വടക്ക് എവിടെയാണെന്ന് നമുക്ക് കിട്ടും. ഈ നക്ഷത്രത്തിന് ഒരു പ്രത്യേകത, അത് നേരത്തെ നക്ഷത്രങ്ങൾ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ നക്ഷത്രം പക്ഷേ അനങ്ങില്ല, നിന്നെടുത്ത് തന്നെ നിൽക്കും. ഒരേ നിൽപ്പാണ് ഏത് സമയത്തും. പകലും അവിടെ ഉണ്ടാവും, കാണാനില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്താ ഈ പ്രത്യേകത? എന്തുകൊണ്ട് ആ നക്ഷത്രം മാത്രം ചലിക്കാത്തത്? അത് തീർച്ചയായിട്ടും മനുഷ്യന് വഴി കാണിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ച ഒരു നക്ഷത്രമായിട്ടാണ് കരുതുന്നത്. സ്വാഭാവികമായിട്ടും മനുഷ്യനാണെന്ന് അങ്ങനെയാണ് കരുതുന്നത്. ഇന്ന് നമുക്കറിയാം, ഭൂമിയുടെ അച്ചുതണ്ട് എൻ്റെ നേർക്കാണ് ആ നക്ഷത്രം ഉള്ളത്. ഭൂമി കറങ്ങുന്ന അച്ചുതണ്ടിൻ്റെ നേർക്ക് ആ നക്ഷത്രം ഉള്ളപ്പം ഭൂമി എങ്ങനെ ഇറങ്ങിയാലും ഭൂമിയിലുള്ള ആളുകൾക്ക് ആ നക്ഷത്രം വരെ നിൽക്കുന്നതായിട്ട് തോന്നും. അത് ഇന്നത്തെ നമ്മുടെ അറിവാണ്. പണ്ട് അത് അറിയാത്ത കാലത്ത് അതൊരു ദിവ്യ നക്ഷത്രമായിട്ട് മനുഷ്യൻ പരിഗണിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് ഒരുപാട് കഥകൾ, ഗീക്കുകാർക്കൊക്കെ രസകരമായ കഥകളുണ്ട്. ഇന്ത്യക്കാർക്കുണ്ട് ധ്രുവനെ സംബന്ധിച്ച കഥ പറഞ്ഞാൽ അധികം സമയം ഞാൻ കളയുന്നില്ല. എന്തായാലും ധ്രുവൻ്റെ കഥ നല്ല രസമുള്ള കഥയാണ്. ഉത്താനവാദൻ എന്ന് പറഞ്ഞൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ധ്രുവൻ. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, സുരുചിയും സുനീതിയും. അതിൽ സുരുചിയിൽ ഉത്തമൻ എന്ന് പേരുള്ള ഒരു മകനും സുനീതിയിൽ
ധ്രുവനും ഉണ്ടായിരുന്നു. രാജാവിന് സുരുചിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഉത്തമനെയാണ് മടിയിലൊക്കെ ഇരുത്തി കളിപ്പിക്കുക. ഒരു ദിവസം ആ കുട്ടി ഇല്ലാത്തതൊക്കെ നോക്കി ഈ കുട്ടി മടിയിൽ കയറിയിരുന്നു, ധ്രുവൻ മടിയിൽ കയറിയിരുന്നു. അങ്ങനെ ഒടുവിൽ മറ്റേ സ്ത്രീ വന്നിട്ട്, സുരുചി വന്നിട്ട് ഈ കുട്ടിയെ ഇറക്കി വിട്ടു. ആ കുട്ടി ദുഃഖം സഹിക്കാതെ കാട്ടിൽ പോയി തപസ് ചെയ്ത് വിഷ്ണുവിനെ വരുത്തി. അന്നൊക്കെ അങ്ങനെയാണ്, ആത്മാർത്ഥമായതൊന്ന് വിളിച്ചാൽ വിഷ്ണു വരുമായിരുന്നു. ഇപ്പം ദൈവങ്ങളൊന്നും വിളിച്ചാൽ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ബാക്കിയുള്ളത്. എന്തായാലും ശരി, അന്ന് ഈ വിഷ്ണു വന്നിട്ട് ഇയാളെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോയി, ആകാശത്ത് കൊണ്ടുപോയി സ്ഥാപിച്ചു. അങ്ങനെയാണ് ധ്രുവനക്ഷത്ര ആകാശത്തെത്തി. അങ്ങനെ വിഷ്ണു ഭക്തനായ ഒരു ചെറിയ കുട്ടി ആകാശത്തെത്തിയപ്പോൾ ഒരു വലിയ നക്ഷത്രമായി മാറി. നമുക്കറിയാം, നമ്മുടെ സൂര്യനേക്കാളൊക്കെ വളരെ വലിപ്പമുള്ള ഒരു നക്ഷത്രമാണ് ധ്രുവൻ. ഏതാണ്ട് 1000-ലധികം പ്രകാശവർഷം അകലെയാണ് കിടക്കുന്നത്. ഇതൊന്നും അറിയാതിരുന്നൊരു കാലത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ കഥയുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കഥയുണ്ടാക്കുന്നത് അന്ധവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയല്ല കേട്ടോ, നമ്മുടെ മനസ്സിലൊരു ചിത്രം പതിച്ചു വെക്കാനാണ്. ഇന്ന ദിക്കിലേക്ക് നോക്കിയാൽ നമുക്ക് ദിക്കറിയാം, ഇന്ന നക്ഷത്രത്തെ കണ്ടാൽ ദിക്കറിയാം. വടക്ക് അങ്ങനെ ഒരു നക്ഷത്രത്തെ കണ്ടുവച്ചു. തെക്ക് ഭാഗത്തൊരു കുരിശുണ്ട്, 4 നക്ഷത്രം കൊണ്ട് തെക്കൻ കുരിശ്, സതേൺ ക്രക്സ് എന്ന് യൂറോപ്പിൽ ഒക്കെ അറിയപ്പെടുന്ന ബാബിലോണിയക്കാരാണ് അതും ചിത്രം വരച്ചത്. 4 നക്ഷത്രം കൊണ്ട് ഒരു കുരിശ്. ഇന്ത്യക്കാർക്കും അതേ നക്ഷത്രത്തെ ദിക്കറിയാൻ പറ്റിയ നക്ഷത്രമായിട്ട് അറിയാമായിരുന്നു. ധ്രുവനെങ്ങാം വല്ല കാർമേഘത്തിലും പറഞ്ഞു പോയാൽ തെക്കോട്ട് നോക്കിയാലും ദിക്ക് കാണാം. തെക്ക് ഭാഗത്ത് ഇന്ത്യക്കാർ കണ്ടത് കുരിശല്ല, 3 കുറ്റികളാണ്. താഴെ തെക്കേ അറ്റത്തുള്ള നക്ഷത്രത്തിൽ നിന്ന് മറ്റേ 3 നക്ഷത്രത്തിലേക്ക് ഓരോ കുറ്റി നാട്ടി വെച്ചിരിക്കുന്നു. ത്രിശങ്കു, 3 കുറ്റികൾ. അങ്ങനെയാണ് ത്രിശങ്കു നക്ഷത്രം ഉണ്ടായി. അവരുടെ തെക്കൻ കുരിശ് നമുക്ക് ത്രിശങ്കുവായി. ഇതാണ് സംഭവിച്ചത്. അങ്ങനെ നക്ഷത്രങ്ങളെ കൊണ്ട് ദിക്കറിയാൻ, അതുപോലെ ആ ദിക്ക് നോക്കി സഞ്ചരിക്കാനും ഒക്കെ വ്യാപാരികളുടെ ആവശ്യത്തിന് വേണ്ടിയൊക്കെയാണ് ജ്യോതിശാസ്ത്രം അന്ന് വികാസം പ്രാപിച്ചത്. ഇതൊക്കെയാണ് ജ്യോതിഷം. ഇതിനു വേണ്ടിയാണ് ജ്യോതിഷം ഉണ്ടാക്കിയത്, ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇതിനേക്കാൾ രസകരമായ ആവശ്യം പിന്നീട് കണ്ടെത്തി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യക്കാർക്ക് ആർക്കും, ലോകത്തന്ന് ആർക്കും കലണ്ടറില്ല. കലണ്ടറൊക്കെ ഉണ്ടാകാൻ ഒരുപാട് കാലം എടുത്തു. എങ്ങനെയാണ് നമ്മളൊരു കുഞ്ഞിൻ്റെ പ്രായം ഗണിക്കുക, അല്ലെങ്കിൽ വരാൻ പോകുന്നൊരു സംഭവത്തെക്കുറിച്ച് നേരത്തെ മനസ്സിലാക്കുക? ഇതൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ നമുക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് 4-ാം നാളെന്നൊക്കെ എണ്ണാൻ പറ്റും. കുറേ ദിവസം കഴിഞ്ഞാൽ എണ്ണം തെറ്റും. അങ്ങനെ എണ്ണം തെറ്റുമ്പം എങ്ങനെയാണ് നമ്മളതിൽ കൃത്യത വരുത്തുക? അതിനുള്ള മാർഗം എന്താണ്? അതിന് കണ്ടെത്തിയ രസകരമായൊരു മാർഗ്ഗമാണ് ഈ ജന്മനക്ഷത്രം എന്ന് പറയുന്ന ആശയം. അത് ഇന്ത്യക്കാരുടെ സ്വന്തമാണ് കേട്ടോ. ഇന്ത്യക്കാർക്കാണ് ഈ ജന്മനക്ഷത്രം എന്ന അറിവുണ്ടായത്. ഇന്ത്യയിൽ നിന്ന് പിന്നീട് ചൈനയിലും അറേബ്യൻ നാടുകളിലും ഒക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലാണ് അതിൻ്റെ വളർച്ചയുണ്ടായത്. ഋഗ്വേദ കാലത്ത് തന്നെ ഈ നക്ഷത്രങ്ങളെക്കുറിച്ച്, ജന്മനക്ഷത്രങ്ങളെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. കാർത്തിക, രോഹിണി മുതലായ ചില നക്ഷത്രങ്ങളെക്കുറിച്ച് ഋഗ്വേദത്തിലുണ്ട്. കൃത്യമായിട്ട് എന്താണ് ഈ നക്ഷത്രങ്ങൾ, എങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത് എന്ന് ലഗധമുനി എന്ന് പറയുന്ന ഒരാൾ രചിച്ച വേദാംഗ ജ്യോതിഷം എന്ന് പറയുന്നൊരു കൃതിയിലിട്ട്. വേദാംഗ ജ്യോതിഷം ലഗധമുനി രചിച്ചത് ഏതാണ്ട് ഒരു BC 10-ാം നൂറ്റാണ്ടിലാണെന്നാണ് കണക്കാക്കുന്നത്. കൃത്യം കണക്കൊന്നുമില്ല, ഏകദേശം കണക്കാക്കാനേ പറ്റുള്ളൂ. എന്താണ് ഈ ജന്മനക്ഷത്രത്തിൻ്റെ ആശയം? നമുക്കൊക്കെ അറിയാവുന്നതാണ്, പലർക്കും അറിയാവുന്ന കാര്യമാണ്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കും. ചന്ദ്രന് ഭൂമിയെ ഒന്ന് ചുറ്റാൻ 27 ദിവസവും 8 മണിക്കൂറും വേണം. അപ്പോൾ ചന്ദ്രൻ ഓരോ നക്ഷത്രത്തിൻ്റെ സമീപത്തുകൂടെയാണ് ഇങ്ങനെ പോവുക. 27 നക്ഷത്രങ്ങളെ കണക്കാക്കി 8 മണിക്കൂർ എല്ലാത്തിലുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. 27 ദിവസം കൊണ്ട് ചന്ദ്രൻ ഭൂമിയെ ഒന്ന് ചുറ്റുന്നു എന്ന് സങ്കല്പിക്കുന്നു. ചന്ദ്രൻ ഓരോ ദിവസവും ഏതേത് നക്ഷത്രത്തിന് സമീപത്തിലൂടെ പോകുന്നു എന്ന് നോക്കുന്നു, അതിന് പേര് കൊടുക്കുന്നു. ഉദാഹരണത്തിന് ഒരു ഭാഗത്ത് 3 നക്ഷത്രങ്ങളുണ്ട്, 2 എണ്ണം അടുത്തടുത്ത്, ഒന്ന് കുറച്ച് അകലേക്ക് മാറി. 3ഉം കൂടെ ചേർത്താൽ ഒരു മെലിഞ്ഞ ത്രികോണം വരയ്ക്കാൻ പറ്റും. പക്ഷെ അവർ വരച്ചത് ത്രികോണമല്ല, ഒരു കുതിരത്തലയാണ്. കുതിരയുടെ തല മെലിഞ്ഞിട്ടാണല്ലോ. അതുകൊണ്ട് കുതിരത്തല പോലെ, അശ്വമുഖം പോലെ 3 നക്ഷത്രങ്ങൾ നിൽക്കുന്ന ആ ആകാശഭാഗത്തെ അവർ അശ്വിനി എന്ന് വിളിച്ചു. സംസ്കൃതത്തിൽ മലയാളികൾ അതിനെ അശ്വതിയാക്കി. അങ്ങനെയാണ് അശ്വതി നക്ഷത്രം 3 എണ്ണമാണ്. അവിടെ ചന്ദ്രൻ എത്തിക്കഴിഞ്ഞാൽ അശ്വതി നാളാണ്. അന്നൊരു കുട്ടി ജനിച്ചാൽ കുട്ടിയുടെ ജന്മനക്ഷത്രം അശ്വതിയാണ്. അത്രയേ ഉള്ളൂ. പിറ്റേ ദിവസം ചന്ദ്രൻ അവിടെ ഉണ്ടാവില്ല, അടുത്ത
ഭരണി നക്ഷത്രത്തിലേക്ക് പോയിട്ടുണ്ടാവും. അത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ പോലെ 3 എണ്ണമാണ്. പിന്നെ അടുത്ത ഏതൊക്കെയോ കുറച്ച് ചെറിയ മങ്ങിയ നക്ഷത്രം കൂടി ഉണ്ട്. ആരോ അവിടെ ഒരു ഭരണി സങ്കല്പിച്ചിട്ടുണ്ടാകണം, അറിയില്ല. എന്തായാലും ഭരണി നക്ഷത്രങ്ങളിലേക്ക് ചന്ദ്രൻ എത്തിയാൽ ഭരണി നാളായി. അന്ന് ജനിക്കുന്ന കുട്ടിയുടെ ജന്മനക്ഷത്രം ഭരണിയായിരിക്കും. പിറ്റേ ദിവസം കാർത്തിക 7 സഹോദരിമാർന്ന് ഋഗ്വേദം വിളിക്കുന്ന ഒരു നക്ഷത്ര ഗണമാണ്. 7 10-400 എണ്ണം ഉണ്ട്. ടെലസ്കോപ്പിലോട്ട് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ഒരു നെബുലയിൽ നിന്ന് ഒന്നിച്ച് ജനിച്ച നക്ഷത്രങ്ങളാണെല്ലാം. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നത് 6-7 എണ്ണമാണ്. അതാണ് കാർത്തിക. അപ്പോൾ കാർത്തിക നാളിൽ കുഞ്ഞ് ജനിച്ചാൽ കാർത്തിക നക്ഷത്രത്തിലാണ് ജനിച്ചു എന്ന് പറയും. രോഹിണി ഇംഗ്ലീഷിൽ വി എഴുതിയ പോലെ കുറേ നക്ഷത്രങ്ങളാണ്. പഴയ ആളുകൾ പറയുക ഒറ്റല് പോലെ എന്നാണ്, മീൻ പിടിക്കുന്ന ഒറ്റല് പോലെ ആണ് രോഹിണി. മകീരം മൃഗശിരസ്സാണ്, മാനിൻ്റെ തല എന്നർത്ഥം. മാൻതല പോലെ കുറച്ച് നക്ഷത്രങ്ങൾ. തിരുവാതിര തീക്കട്ട പോലെ ഒരു ചുവന്ന നക്ഷത്രം. പുണർതം തോണി പോലെ. ഇങ്ങനെ ഞാനെല്ലാം പറയുന്നില്ല. ആകാശത്ത് ചന്ദ്രൻ പോകുന്ന വഴിക്ക് 27 നാളുകൾ നക്ഷത്രങ്ങളെ കൊണ്ട് പേര് വിളിച്ച് സങ്കല്പിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ജന്മനക്ഷത്രം കിട്ടും. എല്ലാ കുട്ടികളും ഇതിലേതെങ്കിലും ഒരു നക്ഷത്രത്തിലാണ് ജനിക്കുക. അപ്പോൾ കുട്ടിയുടെ പ്രായം ഗണിക്കാൻ വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിന് ഒരു കുട്ടി കാർത്തികയിൽ ജനിച്ചു. ഇന്നിപ്പോൾ ആയില്യാണെന്ന് വിചാരിക്കുക. കാർത്തികയിൽ ജനിച്ചു, ആയില്യാണ്. ഇന്ന് എത്ര ദിവസമായി കുട്ടി ജനിച്ചിട്ട്? നമുക്ക് വേഗം എണ്ണാൻ പറ്റും. കാർത്തിക കഴിഞ്ഞ് രോഹിണി, മകീരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം 6 ദിവസമായി. ഇങ്ങനെ എത്ര ദിവസം വരെ എണ്ണാം? 27 ദിവസം വരെ എണ്ണാം. കാരണം 27 ദിവസം കഴിഞ്ഞാൽ 28-ാം ദിവസം ചന്ദ്രൻ വീണ്ടും പഴയ നക്ഷത്രത്തിൽ തന്നെ എത്തും, ഒരു വൃത്തം പൂർത്തിയാക്കും. അപ്പം അങ്ങനെ 27 ദിവസം വരെ കൃത്യമായി എണ്ണാൻ പറ്റുന്ന ഒരു സിസ്റ്റം. പക്ഷെ അതുപോരാ, 27-നപ്പുറവും നമുക്ക് എണ്ണണം. കുട്ടിയുടെ പ്രായം ഗണിക്കണമെങ്കിൽ അത് വേണമല്ലോ. എന്ത് ചെയ്യും? അതിനാണ് നമ്മുടെ ജ്യോതിഷികൾ കുട്ടിയുടെ അരയിൽ 28 കെട്ടാൻ തുടങ്ങിയത്. 27 ദിവസം കഴിഞ്ഞു, നക്ഷത്രം മുഴുവൻ തീർന്നു പോയി. പിന്നെ കുട്ടിയുടെ അരയിൽ ഒരു ചരട് കെട്ടും. അതിനെയാണ് നമ്മൾ 28 എന്ന് വിളിക്കുക. 28 കെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും എണ്ണണം. 1 2 3 1 നക്ഷത്രം എണ്ണി. ഈ ചരട് കെട്ടുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ ചരടിൻ്റെ ഒരറ്റം നീട്ടിയിട്ടിരിക്കും. പണ്ടത്തെ രീതിയാണ്. ആ നീട്ടിയിട്ട ചരടിൽ ഓരോ 27 കഴിയുമ്പോഴും ഓരോ കെട്ടിടാം, അല്ലെങ്കിൽ അതൊരു മുത്ത് കോർത്തിടാം. ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ എത്ര മുത്തുണ്ട് എന്ന് എണ്ണിക്കഴിഞ്ഞാൽ അതിനെ 27 കൊണ്ട് ഗുണിച്ചാൽ കുട്ടി ജനിച്ചിട്ട് അത്രയും ദിവസമായി എന്ന് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഈ കരയിലെ ചരട് അറ്റു പോകുന്നവരെ കുട്ടികളുടെ പ്രായം കൃത്യമായി ഗണിച്ചെടുക്കാൻ പറ്റിയ നല്ല ഒരു വിദ്യയാണ് ജ്യോതിഷികൾ വികസിപ്പിച്ചെടുത്തത്. ഇവിടെ ഒന്നും നമ്മളൊരു അന്ധവിശ്വാസവും കാണുന്നില്ല. അന്ധവിശ്വാസമായിട്ടല്ല ഇത് തുടങ്ങിയത്, കാലം ഗണിക്കാൻ വേണ്ടിയാണ്. ഇത് തന്നെ കൃഷിക്കാരന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന് നോക്കാം. ഈ ചന്ദ്രൻ ഒരു ദിവസം കൊണ്ട് ഒരു നാളിലൂടെ കടന്നു പോകും പോലെ സൂര്യനും ഈ നക്ഷത്രങ്ങളിലൂടെ പോകുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കി. സൂര്യൻ പോകുന്നതല്ല എന്ന് നമുക്കിപ്പോഴറിയാം. ഭൂമി സൂര്യനെ ചുറ്റുമ്പം സൂര്യനെ നമ്മൾ കാണുന്ന ദിശ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഭൂമി പോകുന്നതിനനുസരിച്ച്. അപ്പോൾ ഓരോരോ നക്ഷത്രത്തിലൂടെ സൂര്യൻ പോകുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൂര്യൻ്റെ ഒപ്പം രാവിലെ ഉദിക്കുന്ന നക്ഷത്രം മാറി മാറി വരും. 4 മിനിറ്റ് വീതം എല്ലാ ദിവസവും നക്ഷത്രങ്ങൾ നേരത്തെയാവും ഉദിക്കുന്നത്. ഇന്ന് സൂര്യൻ്റെ ഒപ്പം ഉദിച്ച നക്ഷത്രം നാളെ 4 മിനിറ്റ് നേരത്തെ ഉദിക്കും. അതിൻ്റെ പിറ്റേ ദിവസം 8 മിനിറ്റ് നേരത്തെ, 12 മിനിറ്റ് നേരത്തെ, ഇങ്ങനെ നേരത്തെ ഉദിക്കും. അപ്പോൾ സൂര്യൻ നക്ഷത്രങ്ങളിലൂടെ പോകുന്നു എന്നാണ് പഴയ സങ്കല്പം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചുകൊണ്ട് ചില കണക്കുകൾ കൂട്ടാൻ പറ്റും. എന്താണ്? അശ്വതിയിൽ സൂര്യൻ പ്രവേശിച്ചാൽ അശ്വതി നക്ഷത്രത്തിനൊപ്പം രാവിലെ ഉദിക്കുക, വൈകുന്നേരം ഒന്നിച്ചു പോയി അസ്തമിക്കുക. പിറ്റേ ദിവസം അശ്വതി സൂര്യൻ ഒന്നിച്ച് തന്നെയായിരിക്കും ഉദിക്കുക. പക്ഷേ അപ്പോഴേക്കും സൂര്യൻ 1 ഡിഗ്രി നീങ്ങിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നക്ഷത്രം 4 മിനിറ്റ് നേരത്തെ ഉദിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ അത് നക്ഷത്രമണ്ഡലത്തിലൂടെ സൂര്യൻ്റെ ചലനം ഒരു നാൾ കടക്കാൻ സൂര്യന് 2 ആഴ്ചയോളം വേണം. ആ കാലത്തെയാണ് നമ്മൾ ഞാറ്റുവേല എന്ന് വിളിച്ചത്. ഞായറുള്ള വേള, സൂര്യനുള്ള കാലം എന്നർത്ഥം. ഒരു നാളിൽ സൂര്യനുള്ള കാലമാണ് ഒരു ഞാറ്റുവേല. അശ്വതിയിൽ സൂര്യനുള്ള കാലമാണ് അശ്വതി ഞാറ്റുവേല. അത് കഴിഞ്ഞാൽ ഭരണി ഞാറ്റുവേല, കാർത്തിക ഞാറ്റുവേല, ഇങ്ങനെ 27 ഞാറ്റുവേല കഴിയുമ്പോൾ ഒരു കൊല്ലമാവും. അപ്പോൾ ചന്ദ്രൻ പോകുന്ന വഴിക്ക് ഒരു നാളിൽ ചന്ദ്രൻ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ. നമുക്ക് കുട്ടികളുടെയൊക്കെ പ്രായം ഗണിക്കാനൊക്കെ പറ്റും. കുട്ടികളുടെ പ്രായം മാത്രമല്ല കേട്ടോ,
മറ്റെന്ത് സംഭവത്തിൻ്റെ പ്രായം ഗണിക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ നാട്ടിലെ ഉത്സവം എന്നാണെന്ന് ചോദിച്ചാൽ അത് അടുത്ത മകത്തിലാണെന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ അങ്ങോട്ടാണ്. ഇന്നത്തെ നാളറിയാവുന്ന ആൾക്ക് ഇവിടുന്ന് അങ്ങോട്ടെണ്ണാൻ പറ്റും. അതേപോലെ വീട്ടിൽ ഏട്ടൻ്റെ കല്യാണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നാളെ പറയാം. പണ്ടത്തെ കണക്ക് നാള് വെച്ചാണ്. മുന്നോട്ടും പിന്നോട്ടും എണ്ണാൻ പറ്റുന്നതാണ് നാള്. അതേസമയത്ത് ഞാറ്റുവേല കൃഷിക്കാരന് വേണ്ടിയുള്ളതാണ്. സൂര്യൻ്റെ ചലനം, സൂര്യൻ ഓരോ നക്ഷത്രങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഞാറ്റുവേല. അത് കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടാണ്. ഉദാഹരണത്തിന് കേരളത്തിലെ എല്ലാ കൃഷിക്കാർക്കും പണ്ടറിയാം, അശ്വതി ഞാറ്റുവേലയിലേക്ക് സൂര്യൻ പ്രവേശിച്ചാൽ ഇനി 1.5 മാസമേ ഉള്ളൂ കാലവർഷം തുടങ്ങാൻ. ഭരണിയിൽ വിത്ത് പാകണം ഭരണി ഞാറ്റുവേലയ്ക്ക്. കാർത്തികയും കഴിഞ്ഞ് രോഹിണി ആകുമ്പോഴേക്കും കാലവർഷം തുടങ്ങും. നമുക്ക് ഞാറ് റെഡി ആയിട്ടുണ്ടാവും, ഞാറ് പാകാം. രോഹിണി ഞാറ്റുവേലയ്ക്ക് ഞാറ് പാകാം. മകീരവും മഴക്കാലമാണ്. പിന്നെ അങ്ങോട്ട് മഴയാണ്. തിരുവാതിര മഴയോട് മഴയാണ്. ആർദ്ര നക്ഷത്രമാണ് തിരുവാതിര. ആർദ്ര എന്ന് പറഞ്ഞാൽ നനവുള്ള എന്നാണ് വാക്കിൻ്റെ. ഭൂമിയെ നനയ്ക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര. സൂര്യനും ആർദ്ര നക്ഷത്രവും ഒന്നിച്ചുദിക്കുന്ന കാലത്ത് നമ്മുടെ നാട് മഴ കൊണ്ട് കുതിർന്നിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ കാലാവസ്ഥ വളരെ കൃത്യമായിട്ട് അതിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്ന് കൃഷി ചെയ്യണം, എന്ന് കൊയ്യണം, എന്ന് ഉത്സവം നടത്തണം ഒക്കെ ഞാറ്റുവേല കണക്കിലാണ്. ഇതൊക്കെ ശാസ്ത്രീയമാണെങ്കിലും പിന്നീട് സംഭവിച്ചത് ശാസ്ത്രീയമല്ല. കാരണം ഈ ശാസ്ത്രമൊക്കെ തന്നെ പിൽക്കാലത്ത് നമ്മുടെ ഇന്ത്യ അവഗണിക്കുകയാണുണ്ടായത്. കാരണം ജാതി അല്ലെങ്കിൽ വർണ്ണവ്യവസ്ഥ പിടിമുറിക്കിയത് പിൽക്കാലത്താണ്. ആദ്യകാലത്ത് വർണ്ണവ്യവസ്ഥ ശക്തമായിരുന്നില്ല. ആകെ ഈ പുരോഹിത വർഗത്തിന് മാത്രമേ പ്രാധാന്യം ഉണ്ടായിരുന്നുള്ളൂ. പുരോഹിതർക്ക് അന്ന് ഈ ഇടയന്മാരായിട്ട് പശുക്കളെ ആടുമാടുകളെ മേച്ചുകൊണ്ട് മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ജനവിഭാഗമാണ് ഈ ആര്യന്മാർ എന്ന സ്വയം വിളിച്ച വൈദിക ജനത. ഏതാണ്ട് 3600 കൊല്ലം മുമ്പാണ് അവർ ഋഗ്വേദമൊക്കെ രചിച്ചുകൊണ്ട്. ഋഗ്വേദം രചിക്കുമ്പോൾ അവർ ഇന്ത്യയിൽ എത്തിയിട്ടില്ല. ഋഗ്വേദം ഇന്ത്യക്കാരുടെ ഒന്നല്ല കേട്ടോ. ഋഗ്വേദം രചിക്കുന്ന കാലത്ത് അവർ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇപ്പം നമ്മൾ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന ഭാഗത്തൂടെ പഞ്ചനദികളിലൂടെ കടന്നു പോവുകയാണ്. ആ സ്ഥലത്തിൻ്റെയൊക്കെ പേരൊക്കെ നിങ്ങൾക്ക് ഋഗ്വേദത്തിൽ കാണാൻ കഴിയും. കുബ എന്ന് പറയുന്നത് പഴയ കാബൂളാണ്, അല്ല ഇപ്പോഴത്തെ കാബൂളാണ് പഴയ കുബ. അതുപോലെ ശതുദ്രി എന്നൊക്കെ പറയുന്ന നദികളുടെയൊക്കെ പേര് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പഴയ നദികൾക്ക്, ഇന്നത്തെ നദികൾക്കൊക്കെ പഴയ പേരാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവർ നടന്നു പോകുന്ന വഴിയൊക്കെ വളരെ കൃത്യമാണ്. അതൊക്കെ തന്നെ ഋഗ്വേദത്തിൽ അതിൻ്റെ സൂചനകളുണ്ട്. അവരിവിടെ വന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷമാണ് ഈ ജാതി വ്യവസ്ഥ, വർണ്ണാശ്രമ വ്യവസ്ഥ തുടങ്ങുന്നത്. അതുവരെ വർണ്ണാശ്രമ വ്യവസ്ഥ ശക്തമല്ല. പുരോഹിതർക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. വർണ്ണാശ്രമ വ്യവസ്ഥ സിന്ധു നദീതട ഗംഗ യമുന നദീതടങ്ങളിൽ അവർ സ്ഥിരമായി താമസമുറപ്പിച്ചതിന് ശേഷമാണ് ഉടലെടുക്കുന്നത്, ശക്തമാകുന്നത്. അതിനുശേഷമാണ് അധ്വാനിക്കുന്ന മനുഷ്യനെ അധ്വാനത്തിൽ നിന്ന്, അറിവിൽ നിന്ന് അകറ്റിയത്, വിദ്യാഭ്യാസം നിഷേധിച്ചത്. ശൂദ്രർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു, ശൂദ്രർക്കും സ്ത്രീകൾക്കും. അതോടുകൂടിയാണ് ശാസ്ത്രത്തിൻ്റെ വളർച്ച നിന്നുപോയത്. ആദ്യകാലത്ത് ഈ വനനിരീക്ഷണമൊക്കെ നടത്തിയത് അതിന് കഴിവുള്ള ആളുകൾ, കൃഷിക്കാരും വ്യാപാരികളും സഞ്ചാരികളും ഒക്കെ തന്നെയാണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പം അവർക്കൊന്നും ഈ അറിവുകൾ പരസ്പരം കൈമാറാൻ കഴിയാത്ത വിധത്തിൽ വിദ്യ നിഷേധിക്കപ്പെട്ടു. എന്ന് മാത്രമല്ല, അതുവരെ സൃഷ്ടിച്ചെടുത്ത അറിവുകളെ പോലും കപടശാസ്ത്രങ്ങളാക്കി മാറ്റുന്നതിൽ പൗരോഹിത്യം വലിയ പങ്കുവഹിച്ചു. ഇവിടെയാണ് നമ്മൾ ഈ അധപ്പതനത്തിൻ്റെ ആരംഭം കാണുന്നത്. ശരിയായ ശാസ്ത്രത്തെ പോലും, ഞാനിപ്പം പറഞ്ഞ ജ്യോതിഷം, അതിനെപ്പോലും കപടശാസ്ത്രമാക്കി മാറ്റുന്നതിൻ്റെ കഥയാണ് പിന്നീട് നമ്മൾ അനുഭവിക്കുന്നത്. എന്താ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നക്ഷത്രങ്ങൾ, ജന്മനക്ഷത്രങ്ങളെ കുറിച്ചുള്ള വിശ്വാസം. ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ ജ്യോത്സ്യന്മാരോട് ചോദിച്ചാൽ ജനിക്കാൻ കൊള്ളാവുന്ന നക്ഷത്രങ്ങളും ജനിക്കാൻ കൊള്ളാത്ത നക്ഷത്രങ്ങളും ഉണ്ട്. കാരണം ഇക്കൂട്ടർക്ക് നക്ഷത്രം എവിടെയാണ്, അതിലേക്ക് എത്ര ദൂരമുണ്ട്, അത് നമ്മുടെ ജീവിതമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊന്നും അറിയില്ല. തിരുവാതിര നക്ഷത്രത്തിൽ നിന്ന് വെളിച്ചം ഭൂമിയിലെത്തണമെങ്കിൽ 520 കൊല്ലം എടുക്കും. ഭൂമിയിലൊരു കുട്ടി ജനിക്കുന്ന വിവരം തിരുവാതിര നക്ഷത്രത്തിൽ എത്തണമെങ്കിൽ 520 കൊല്ലം മിനിമം വേണമെന്നർത്ഥം.
അപ്പോൾ ഈ കുട്ടിയുടെ ജനനവും ഈ നക്ഷത്രത്തിൻ്റെ സ്ഥാനവും തമ്മിൽ ഒരു ബന്ധമില്ല. കുട്ടി ജനിക്കുമ്പോൾ നക്ഷത്രത്തെ നമ്മൾ കാണുന്ന സ്ഥാനത്ത് അല്ല നക്ഷത്രം ഉണ്ടാകുക, നക്ഷത്രം അവിടുന്ന് പോയിട്ടുണ്ടാവും. എല്ലാ നക്ഷത്രങ്ങളും ആകാശഗംഗ എന്ന് പറയുന്ന ഗാലക്സിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂര്യൻ ഒരു മണിക്കൂറിൽ ഏതാണ്ട് 7,40,000 കിലോമീറ്റർ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്, ആകാശഗംഗയെ ചുറ്റുന്നത്. എല്ലാ നക്ഷത്രവും അങ്ങനെ ചുറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന സ്ഥാനം യഥാർത്ഥ സ്ഥാനം അല്ലാതെ എത്രയോ കൊല്ലം മുമ്പുള്ള സ്ഥാനം. അപ്പോൾ തിരുവാതിരയിൽ ഒരു കുട്ടി ജനിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ആകെ നമ്മൾ കാണുന്നത് എന്താ, ഭൂമിയോട് അടുത്തുള്ള ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വസ്തു, അവിടുന്ന് വെളിച്ചം ഭൂമിയിലെത്താൻ 1.25 സെക്കൻഡ് മതി. 1.25 പ്രകാശ സെക്കൻഡ് അകലെയാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ 520 പ്രകാശവർഷം അകലെയുള്ള ഈ നക്ഷത്രത്തിന് മുന്നിൽ കൂടി ഒന്ന് കടന്നു പോകുന്നു. നമ്മുടെ അതിൻ്റെ ഇടയ്ക്കൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കുട്ടിയുടെ പ്രായം ഗണിക്കാൻ, കാലം ഗണിക്കാനൊക്കെ ഈ നക്ഷത്രത്തെ ഉപയോഗപ്പെടുത്താം, ചന്ദ്രൻ്റെ സ്ഥാനം വെച്ചിട്ട്. പക്ഷേ ഈ കുട്ടിയുടെ ഭാവി പറയാൻ നക്ഷത്രങ്ങൾക്ക് ഒരു കഴിവുമില്ല. നക്ഷത്രങ്ങൾക്ക് ഇടപെടാനുള്ള പറ്റിയ ദൂരത്തൊന്നുമല്ല അതുള്ളത്, ഇടപെടാനുള്ള ബുദ്ധിയില്ല. കുട്ടി ജനിക്കുന്ന അറിഞ്ഞിട്ട് അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും ഒന്നും നക്ഷത്രങ്ങൾക്ക് ഒരു കഴിവുമില്ല. എന്നിട്ടും ഇന്ന് നമ്മുടെ ജ്യോത്സ്യന്മാർ ചില നക്ഷത്രങ്ങളിൽ ജനിച്ചാൽ ഭയങ്കര കുഴപ്പമാണ് എന്ന് പറയുകയാണ്. ഉദാഹരണത്തിന് ഇപ്പം പൂയം മഹാമോശ നക്ഷത്രമാണെന്നാണ്. പൂയത്തിന് 4 കാലാണ്. തനിക്ക് കാല്, അമ്മയ്ക്ക് കാല്, അമ്മാവന് കാല്, അച്ഛന് കാല്. ആകെ കുടുങ്ങി. എന്താണ്, ഒരു കുട്ടി പൂയം നാളിൽ ജനിച്ചാൽ ആ പൂയം നാൾ ഏതാണ്ട് 24 മണിക്കൂറാണെന്ന് എടുത്താൽ അതിൻ്റെ ആദ്യത്തെ 6 മണിക്കൂറിൽ ജനിക്കുന്ന കുട്ടിക്ക് സ്വയം ആപത്തുണ്ടാവും. തനിക്ക് കാല്, കാലെന്ന് പറഞ്ഞാൽ 1/4 ആണേ, മറ്റേ നടക്കുന്ന കാലല്ല, 4/1 എന്ന അർത്ഥത്തിൽ. തനിക്ക് കാല് അതാണ് ആ കുട്ടിക്കിൻ്റെ ആദ്യത്തെ 6 മണിക്കൂറിൽ ജനിച്ചാൽ. പിന്നെയോ അടുത്ത 6 മണിക്കൂറിലാണ് ജനിക്കുന്നതെങ്കിൽ കുട്ടിയുടെ അമ്മയ്ക്ക് കാല്, അടുത്തത് അമ്മാവന്, ഒടുവിലത്തെ 6 മണിക്കൂർ അച്ഛനും. ഈ 4 ഒരാളെയും കൊണ്ടേ പൂയം പോവുള്ളൂ എന്നാണ്. എങ്ങനെയാണ് ഈ വിശ്വാസം വന്നത്? ഇത് ഉണ്ടാക്കിയെടുത്താണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യരോട് കൃത്യമായി നല്ല നുണ പറഞ്ഞാൽ അവർ വിശ്വസിക്കും. എന്താണ് അവർ പറഞ്ഞ നുണ? ഈ പൂയം ഞാറ്റുവേലയായിട്ട് അതിനെ ബന്ധിപ്പിച്ചു. പൂയം ഞാറ്റുവേല വരുന്നത് കർക്കിടക മാസത്തിലാണ്. കർക്കിടകം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പഞ്ഞ കർക്കിടകമാണ്. പഞ്ഞ കർക്കിടകം എന്ന് പറഞ്ഞാൽ കൊടും പട്ടിണിയാണ്, ഇന്നത്തെ കർക്കിടകമൊന്നുമല്ല. അപ്പം താളും തകരയും തിന്ന് പാവപ്പെട്ട മനുഷ്യർ, ഭൂരിപക്ഷം മനുഷ്യർ ജീവിക്കുന്ന ഒരു കാലം. ജന്മിയുടെ പത്തായത്തിൽ മാത്രം നെല്ലുള്ള കാലം. അങ്ങനത്തെ ഒരു കാലത്ത് ഒരു സ്ത്രീ പ്രസവിച്ചാൽ ആരോഗ്യമില്ലാത്ത സ്ത്രീയായിരിക്കും. അപ്പോൾ കുഞ്ഞിന് ആപത്ത് വരാം, കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ആപത്ത് വരാം. പകർച്ചവ്യാധികൾ നടമാടുന്ന കാലമാണ്. അമ്മാവനോ അച്ഛനോ ആർക്ക് വേണേലും ആപത്ത് വരാം. അങ്ങനെ ജനിക്കാൻ കൊള്ളാത്തൊരു കാലമായിരുന്നു പണ്ട് കർക്കിടക മാസം. 2 ഞാറ്റുവേലകൾ കർക്കിടകത്തിലാണ്, പൂയവും ആയില്യവും. അതുകൊണ്ട് പൂയത്തിന് 4 കാലുണ്ട്, ആയില്യത്തിന് 4 കാലുണ്ട്. പട്ടിണിയുടെ കാലത്ത് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ആപത്ത്, കുഞ്ഞുങ്ങൾ ജനിക്കുന്നതുകൊണ്ടല്ല, ആപത്തുണ്ടാകും. അത് കുഞ്ഞിൻ്റെ ജനനവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ അന്ധവിശ്വാസങ്ങൾ വരുന്ന വഴി. അത് ഈ പുരോഹിതർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ഇതിനെ ഇങ്ങനെ ബന്ധിപ്പിക്കുക. കാരണം ഇത് ദോഷമാണ്, ജാതക ദോഷമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ സർവ്വവും ഉപേക്ഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ പരിഹരിക്കാൻ പൂജകളും കർമ്മങ്ങളും ഉണ്ട്. പരിഹാര പൂജകളില്ലാത്ത ഒരു ദോഷവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ജ്യോത്സ്യന് പൈസ കൊടുത്താൽ ജ്യോത്സ്യനും സ്ഥലത്തെ ക്ഷേത്രത്തിൻ്റെ പൂജാരികളും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടാവും. അവരതിന് പറ്റിയ പൂജ നടത്തും. അങ്ങനെ പൂജ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. ഇതാണ്. അപ്പം പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ദോഷജാതകത്തെയും അതിജീവിക്കാം. ദോഷജാതകങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെയാണ്. ചില നക്ഷത്രങ്ങളിൽ ജനിച്ചാൽ വളരെ നല്ലതാണ്. മകം പിറന്ന മങ്കയും പൂരം പിറന്ന പുരുഷനെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ ഈ നാളിനുള്ള ഗുണം? മകം ഞാറ്റുവേലയിലാണ് കൊയ്ത്ത് നടക്കുക കേരളത്തിൽ. അത് ചിങ്ങമാസത്തിലാണ്. മകവും പൂരവും കൊയ്ത്ത് കാലത്തിൻ്റെ നക്ഷത്രങ്ങളാണ്, ചിങ്ങമാസത്തിലെ നക്ഷത്രങ്ങളാണ്. പട്ടിണി തീരുന്ന കാലമാണ്.
അന്ന് കാലൊന്നും ഉണ്ടാവില്ല, ഒരു നക്ഷത്രത്തിനും കാലും ഒന്നുമില്ലാത്ത നല്ല കാലമാണ്. ശരിയല്ലേ? അങ്ങനെ ഈ വിശ്വാസത്തെ കാലാവസ്ഥയുടെ ഒക്കെ സ്വഭാവങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ പുരോഹിതവർഗം ശ്രമിച്ചതിൻ്റെ കഥയാണ് ജ്യോതിഷത്തിലുള്ളത്. ഇത് ഈ അന്ധവിശ്വാസങ്ങളൊന്നും തന്നെ നമ്മൾ പ്രാചീന ഗ്രന്ഥങ്ങളിലൊന്നും കാണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ലഗധമുനിയുടെ വേദാംഗ ജ്യോതിഷത്തിൽ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഗ്രഹനില കണക്കാക്കുന്നത്, എങ്ങനെയാണ് നക്ഷത്രത്തിൻ്റെ കുട്ടിയുടെ ജന്മനക്ഷത്രം കണക്കാക്കുന്നത്, എങ്ങനെയാണ് ഞാറ്റുവേല കണക്കാക്കുന്നത്, എങ്ങനെയാണ് മാസം കണക്കാക്കുന്നതിൻ്റെ ശാസ്ത്രമൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഭൂമി കേന്ദ്രമായിട്ടാണ്, അതിനുള്ള തെറ്റുകളൊക്കെ അതിലുണ്ടാകാം. അതിലപ്പുറം ബോധപൂർവമായി മനുഷ്യനെ വഞ്ചിക്കുന്ന പരിപാടിയൊന്നും ലഗധൻ നടത്തിയിട്ടില്ല. ഏറെക്കാലത്തിന് ശേഷമാണ് ജ്യോതിഷത്തിലേക്ക് ഇത്തരം അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നത്. ജ്യോതിഷത്തെ ജ്യോത്സ്യമാക്കി മാറ്റുന്നത് പിന്നീടാണ്. ജ്യോതിഷമല്ല അന്ധവിശ്വാസം, അതിൻ്റെ അന്ധവിശ്വാസം ചേർന്ന ഭാഗത്തെ നമ്മൾ ജ്യോത്സ്യം എന്ന് തന്നെ വിളിക്കണം. അതാണ് എൻ്റെ ശരി. ഇത് ഇന്ത്യൻ ജ്യോത്സ്യത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ ഇതേപോലത്തെ സംഭവങ്ങൾ ബാബിലോണിയയിലും ഗ്രീസിലും ഒക്കെ നടന്നു. അവർ വികസിപ്പിച്ചെടുത്ത ജ്യോത്സ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മൾ ചന്ദ്രൻ്റെ പഥം നിരീക്ഷിച്ച പോലെ അവർ സൂര്യൻ്റെ പഥത്തെ നേരിട്ട് നിരീക്ഷിക്കുകയാണ്. ചന്ദ്രന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. ബാബിലോണിയക്കാർ സൂര്യൻ ഭൂമിയെ ചുറ്റുന്നതായിട്ട് സങ്കല്പിച്ചു. സൂര്യൻ പോകുന്ന വഴിയെ അവർ എക്ലിപ്റ്റിക് എന്നാണ് വിളിച്ചത്. നമ്മൾ ക്രാന്തിപഥം എന്ന് നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിലൊക്കെ സൂര്യൻ്റെ പഥം, അതാണ് ക്രാന്തിപഥം, എക്ലിപ്റ്റിക്. അതിനെ അവർ 12 ഭാഗമാക്കി മാറ്റി. നമ്മൾ ചന്ദ്രൻ പോകുന്ന വൃത്തത്തെ, ഭൂമിക്ക് ചുറ്റുള്ള വൃത്തത്തെ 27 ഭാഗമാക്കിയതുപോലെ ബാബിലോണിയക്കാർ 12 തുല്യ ഭാഗമാക്കി, 30 ഡിഗ്രി വീതമുള്ള. എന്നിട്ട് ഓരോന്നിനെ ഓരോ രാശി എന്ന് വിളിച്ചു. അങ്ങനെയാണ് ഈ മേടം, ഇടവം, മിഥുനം എന്നൊക്കെ നമ്മൾ ഇന്ന് വിളിക്കുന്ന രാശികളുണ്ടായത്. അവർ കൊടുത്ത പേര് വ്യത്യസ്തമാണ്, പക്ഷേ അവർ കൊടുത്ത രൂപങ്ങളൊക്കെ ഏതാണ്ട് അത് തന്നെയാണ്. ഉദാഹരണത്തിന് മേടം എന്ന് പറയുന്ന രാശി, അവിടെ കുറേ നക്ഷത്രങ്ങളുണ്ട്. ഒരു ചെമ്മരിയാടിൻ്റെ രൂപം, ഒരു കിടക്കുന്ന ചെമ്മരിയാട്, വളഞ്ഞ കൊമ്പൊക്കെ ആയിട്ട്. മേഷം എന്ന് പറഞ്ഞാൽ ചെമ്പരിയാടാണ്. ആ മേഷമാണ് നമ്മൾ മേടം എന്നാക്കിയത്. എരിസ് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ. ചെമ്മരിയാട് തന്നെ അർത്ഥം. ലോകം മുഴുവനും രാശികൾക്ക് ഏതാണ്ട് ഒരേ രൂപം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെമ്മരിയാടിൻ്റെ രൂപത്തിൽ മേടം, ഋഷഭം അല്ലെങ്കിൽ കാളയുടെ രൂപത്തിൽ ഇടവം, ടോറസ്, ഗ്രീക്കുകാർക്ക് ടോറസാണ്, കുത്താൻ വരുന്നൊരു കാളയാണത്. ഇടവും മിഥുനം എന്ന് പറഞ്ഞാൽ ഇരട്ടകളാണ്. കാസ്റ്റർ, പോളക്സ് എന്ന് പറഞ്ഞ 2 ദേവന്മാരാണ് അവർ സങ്കല്പിച്ചത്. ഇരട്ട പറഞ്ഞവരാണ്. ഇന്ത്യക്കാർക്ക് അശ്വിനി ദേവന്മാരാണ്, അതും ഇരട്ട തന്നെ. നമുക്ക് ആയുർവേദം ഒക്കെ നൽകിയത് അശ്വിനി ദേവന്മാരാണെന്നാണ് കഥ. അങ്ങനെ മിഥുനം. കർക്കിടകം എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്, ക്യാൻസർ. ചിങ്ങം സിംഹമാണ്, ലിയോ അല്ലെങ്കിൽ ലയൺ. കന്നി കന്യകയാണ്, വൃഗം അല്ലെങ്കിൽ ഭൂജ്യൻ. തുലാം തുലാസാണ്, വൃശ്ചികം തേളാണ്. ധനുസ്സാണ്, വില്ല്. മകരം മകര മത്സ്യമാണ്. കുംഭം കുടം ആണ്, വെള്ളമൊഴിക്കുന്ന കുടം. മീനം മീനുകളാണ്, 2 മീനുകൾ. അങ്ങനെ 12 രാശികളെ ആകാശത്ത് ഭൂമിക്ക് ചുറ്റും അവർ സങ്കല്പിച്ചു. ഈ രാശികളിലൂടെ ഗ്രഹങ്ങൾ പോവുകയാണ്. സൂര്യൻ പോകുന്നു, ചന്ദ്രൻ പോകുന്നു. സൂര്യനെ ചുറ്റുന്ന, അന്ന് ഭൂമിയെ ചുറ്റുന്നത് എന്ന് വിശ്വസിച്ച എല്ലാ ഗ്രഹങ്ങളും ഈ രാശിചക്രത്തിലൂടെ സഞ്ചരിക്കും. അന്ന് മനുഷ്യന് കാണാൻ കഴിഞ്ഞ ഗ്രഹങ്ങൾ 7 എണ്ണമാണ്, ശരിക്കും 5 എണ്ണമാണ്. ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. ഭൂമിയെ ഗ്രഹമായിട്ടല്ല കരുതിയത്, ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന്. സൂര്യനും ചന്ദ്രനും അന്ന് ഗ്രഹമാണ്. അങ്ങനെയാണ് സപ്തഗ്രഹങ്ങൾ, 7 ഗ്രഹങ്ങളാണ് ബാബിലോണിയക്കാർ സങ്കല്പിച്ചത്. സൂര്യൻ, ചന്ദ്രൻ, പിന്നെ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. ഇന്ത്യക്കാർ 2 എണ്ണവും കൂടി പിന്നീട് ആഡ് ചെയ്തു. ഇന്ത്യയിലെത്തിയപ്പം അത് രാഹു, കേതു എന്ന് പറയുന്ന 2 സാങ്കല്പിക സ്ഥാനങ്ങളാണ്. ആ സാങ്കല്പിക സ്ഥാനം വിഡിത്തൊന്നുമല്ല കേട്ടോ, അത് പ്രാധാന്യമുള്ളതാണ്. എന്താ അതിൻ്റെ പ്രാധാന്യം? ജ്യോതിശാസ്ത്ര പ്രാധാന്യം. സൂര്യൻ ഭൂമിയെ ചുറ്റും പോലെയുള്ളൊരു വൃത്തം ക്രാന്തിവൃത്തം, ചന്ദ്രൻ ഭൂമിയെ ശരിക്കും ചുറ്റുന്ന ഒരു വൃത്തം ചാന്ദ്രപഥം. ഇത് രണ്ടും തമ്മിൽ 5 ഡിഗ്രി ചെരിവുണ്ട്.
അതുകൊണ്ട് ഭൂമിയുടെ ഇരുവശത്തായി 2 സ്ഥാനങ്ങളിൽ അന്യോന്യം ക്രോസ് ചെയ്തു പോകും. ഭൂമിയെ സൂര്യൻ ചുറ്റുന്നതായിട്ട് തോന്നുന്ന പഥവും ഭൂമിയെ ചന്ദ്രൻ ശരിക്കും ചുറ്റുന്ന പഥവും ആകാശത്തിൽ അന്യോന്യം ക്രോസ് ചെയ്യും. അതാണ് രാഹുവും കേതുവും. ഈ ചന്ദ്രപഥം സൂര്യപഥത്തെ തെക്ക് നിന്ന് വടക്കോട്ട് ഖണ്ഡിക്കുന്നത് രാഹുവും വടക്ക് നിന്ന് തെക്കോട്ട് ഖണ്ഡിക്കുന്നത് കേതുവും എന്നാണ് കണക്ക്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ കൃത്യമായി പഠിച്ച ശേഷം തന്നെയാണ് അക്കാലത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിനെയൊക്കെ തന്നെ പിന്നീട് ദിവ്യ വസ്തുക്കളായിട്ട് അപകടം പിടിച്ച സാധനങ്ങളായിട്ട് ഒക്കെ മാറ്റുകയാണ് പുരോഹിതവർഗം ചെയ്തത്. ആര്യഭടന് വളരെ കൃത്യമായിട്ട് രാഹുവും കേതുവും എന്താണെന്ന് അറിയാമായിരുന്നു. രാഹുവും കേതുവിൻ്റെ പ്രാധാന്യം സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച് രാഹുകേതുക്കളിലെത്തിയാൽ ഗ്രഹണം ഉണ്ടാവും. രാഹുവിൽ സൂര്യനും ചന്ദ്രനും കൂടി എത്തിയാൽ ചന്ദ്രനായിരിക്കും ഭൂമിയോട് അടുത്ത്, ചന്ദ്രൻ സൂര്യനെ മറയ്ക്കും, അപ്പോൾ സൂര്യഗ്രഹണം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ രാഹുവിൽ സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചെത്തിയാൽ സൂര്യഗ്രഹണം, കേതുവിൽ സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചെത്തിയാലും സൂര്യഗ്രഹണം. രാഹുവിൽ സൂര്യനും കേതുവിൽ ചന്ദ്രനും വന്നാൽ അല്ലെങ്കിൽ തിരിച്ചായാൽ ചന്ദ്രഗ്രഹണം. ഇതാണ് ഗ്രഹണം ഉണ്ടാകുന്ന സാധനങ്ങളുടെ പ്രത്യേകത. അങ്ങനെ തമസ്സുണ്ടാക്കുന്ന ഗ്രഹണം ഉണ്ടാകുമ്പോൾ ഇരുട്ടുണ്ടാവും. ഇരുട്ടുണ്ടാക്കുന്ന 2 സ്ഥാനങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ജ്യോതിഷത്തിൽ അവയെ തമോ ഗ്രഹങ്ങൾ എന്നാണ് വിളിച്ചത്. രാഹുവും കേതുവും തമോ ഗ്രഹങ്ങളാണ്. അപ്പം ആ കാര്യത്തിലൊന്നും തന്നെ അശാസ്ത്രീയത നമ്മൾ കാണില്ല. പിന്നെ എന്താണ്, ഈ തമോ ഗ്രഹങ്ങൾ ഉപദ്രവകാരികളാണെന്നും അത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുമെന്നും പറയാൻ തുടങ്ങിയപ്പം ജ്യോത്സ്യന്മാർ അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇതിൽ അപകടം ഉണ്ടാകുന്നത്. ഇതൊക്കെ യഥാർത്ഥ ഗ്രഹമാണ്, എന്തോ കറുത്ത വസ്തു അവിടെ ഉണ്ടെന്നൊക്കെയാണ്. ജ്യോത്സ്യനോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അറിയാം എന്താണ് ഈ രാഹു എന്താ കേതു എന്ന് ചോദിച്ചാൽ 2 കറുത്ത ഗ്രഹങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതങ്ങനെ 2 ക്രോസിംഗ് പോയിന്റുകളാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. അപ്പം ഇങ്ങനെ ഈ ഗ്രഹങ്ങൾ നല്ലതും ചീത്തയും ചില സ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പക്കാർ, ചില സ്ഥാനങ്ങളിൽ നിന്നാൽ നല്ലത്, ഇത്തരം വിശ്വാസങ്ങളൊക്കെ പിൽക്കാലത്ത് പുരോഹിതവർഗം വളരെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതാണ് നിങ്ങൾ ഗ്രന്ഥത്തിലൊക്കെ കാണുക. എന്താ ഗ്രന്ഥത്തിൽ വരാൻ കാരണം, ഈ കാഴ്ചകളൊക്കെ കണ്ട ഈ കൃഷിയുടെ ആവശ്യത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നിരീക്ഷിച്ചു പഠിച്ച ആളുകൾ അധികവും ശൂദ്രരോ മറ്റ് ജനവിഭാഗങ്ങളോ ആയിരിക്കും, അധകൃതരായ മനുഷ്യരായിരിക്കും. അവർക്ക് അക്ഷരം അറിയില്ല, അവർക്ക് ഗ്രന്ഥരചനയ്ക്ക് അവകാശമില്ല. സംസ്കൃതം അറിയാത്തതുകൊണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ചത് പുരോഹിതവർഗമാണ്. ഗ്രന്ഥങ്ങൾ രചിച്ചത് ആരാണോ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചേർക്കും. അങ്ങനെ ചേർത്തതാണ് ഈ കാലും, ഞാൻ നേരത്തെ പറഞ്ഞ നക്ഷത്രങ്ങളുടെ കാലും, നല്ല നക്ഷത്രം, ചീത്ത നക്ഷത്രം, ജനിക്കാൻ കൊള്ളാവുന്ന നക്ഷത്രം, ഇതൊക്കെ തന്നെ പുരോഹിതവർഗം ചേർത്തതാണ്. അവരാണ് ഗ്രന്ഥരചന നടത്തിയത്. കാരണം അവർക്ക് ഭാഷ നിശ്ചയമുള്ളൂ. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ പിൽക്കാലത്ത് സംഭവിച്ചത്. ഇത് ഈ ജ്യോതിഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സമയം പറയണേ, ജ്യോതിഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പം പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് വാസ്തുശാസ്ത്രം. വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ ഇത് തന്നെ കാണാം. ആദ്യകാലത്തെ വാസ്തുശാസ്ത്രജ്ഞന്മാർ ചെയ്തതെന്താ, ആ കാലത്തെ സാഹചര്യം വെച്ചുകൊണ്ട് വീടെങ്ങനെ ഉണ്ടാക്കാം. വീടുണ്ടാക്കുമ്പം അടുക്കള കിഴക്ക് വശത്താകുന്നതാണ് നല്ലത്. കിഴക്കോ തെക്ക് കിഴക്കോ. എന്താ കാര്യം, സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. കേരളത്തിലാണെങ്കിൽ തെക്ക് കിഴക്ക് എപ്പോഴും അധികകാലവും തെക്കോട്ട് മാറിയാൽ ഉണ്ടാകുക. അപ്പം വീട് തെക്ക് കിഴക്ക് വെച്ചാൽ അടുക്കളയിൽ രാവിലെ വെളിച്ചം കിട്ടും. എണ്ണ വിളക്ക് കത്തിച്ച് അടുക്കളയിൽ പണിയെടുത്തിരുന്ന ഒരു കാലത്ത് വിളക്ക് ആദ്യം കെടുത്താൻ കഴിയുക സൂര്യ വെളിച്ചം ആദ്യം അടുക്കളയിൽ കിട്ടിയാലാണ്. അതുകൊണ്ട് അടുക്കള കിഴക്ക് വശത്താകുന്നത് നല്ലതാണ്. എവിടെയായിരിക്കണം കിണർ, അത് അടുക്കളയോട് ചേർന്നായിരിക്കണം. അപ്പോൾ കിഴക്കോ വടക്ക് കിഴക്കോ ആണ് കിണർ കുത്താൻ നല്ലത്. ഇങ്ങനെ ഓരോന്നും എവിടെ വേണമെന്നൊക്കെ വാസ്തുശാസ്ത്രത്തിൽ അന്നത്തെ ജ്യോതിഷികൾ എഴുതി വെച്ചു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇതൊക്കെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസായി മാറി. ഇതിനെ ലംഘിച്ചാൽ കുഴപ്പമാണ്. ഇന്നത്തെ കാലത്ത് ഒരു പ്രസക്തിയില്ലാത്ത സംഗതികളാണ് ഇതൊക്കെ, നിങ്ങൾക്കൊക്കെ അറിയാം.
അടുക്കള എവിടെയായാലും ഇന്നൊരു പ്രശ്നമില്ല. കാരണം സ്വിച്ച് ഇട്ടാൽ കത്തുന്ന വിളക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സൂര്യപ്രകാശവും കാത്തിരിക്കാറില്ല. അത് നമ്മൾ പടിഞ്ഞാറ് കൊണ്ടുപോയി അടുക്കള വെച്ചാലും തെക്ക് കൊണ്ടുപോയി അടുക്കള വെച്ചാലും ഒരു പ്രശ്നവുമില്ല, നമുക്ക് അടുക്കളയിൽ വെളിച്ചം കിട്ടും. അതേപോലെ തന്നെ പണ്ട് കാലത്ത് കിഴക്ക് അടുക്കള വെക്കാൻ ഒരു കാരണം, കാറ്റടിക്കുന്നത് പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ്. അപ്പോൾ അടുക്കളയിലെ ദുർഗന്ധമൊക്കെ പുറത്തേക്ക് അടിച്ച് പോയിക്കോളും. ഇന്ന് അതും പ്രസക്തമല്ല. കാരണം ഇന്ന് നമുക്ക് എക്സോസ്റ്റ് ഫാനുണ്ട്. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ദുർഗന്ധങ്ങൾ അടിച്ചു കളയാൻ എക്സോസ്റ്റ് ഫാനുള്ള സ്ഥലത്ത് കിഴക്ക് തന്നെ അടുക്കള വെക്കണമെന്നില്ല. കിണർ നമ്മുടെ പറമ്പിൽ എവിടെ വേണേലും കുഴിക്കാം. കാരണം പമ്പ് ചെയ്ത് നമ്മുടെ വീടിൻ്റെ മുകളിൽ ടാങ്കിലെത്തിക്കാൻ നമുക്കിന്ന് സംവിധാനമുണ്ട്. അപ്പോൾ സാങ്കേതിക വിദ്യകൾ വാസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്രസക്തമാക്കി കഴിഞ്ഞു. പണ്ട് കാലത്ത് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് പ്രസക്തമല്ല. കാരണം അന്ന് പറയുന്നതിൽ നിങ്ങൾക്കറിയാം എവിടെയായിരിക്കണം കൊയ്ത്ത് കഴിഞ്ഞ് നെല്ലൊക്കെ കൊണ്ടുവന്ന് കൂട്ടേണ്ടത് എന്നുള്ളതിന് കൃത്യമായി വീടിൻ്റെ ഏത് വശത്തായിരിക്കണമെന്ന് പറയുന്നുണ്ട്. എവിടെയായിരിക്കണം തൊഴുത്തെന്ന് പറയുന്നുണ്ട്, പശുവിനെ ഇവിടെ കെട്ടണം. ഇന്ന് നമ്മുടെ ഭൂരിപക്ഷം വീടുകളിലും തൊഴുത്തിൻ്റെ ആവശ്യമില്ല, അതുപോലെ കളപ്പുരയുടെ ആവശ്യമില്ല. പക്ഷേ എന്നാലും വാസ്തുശാസ്ത്രത്തിൽ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഓരോ വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിലും കക്കൂസ് എവിടെയായിരിക്കണം വീട്ടിനുള്ളിൽ എന്ന് പറയില്ല. കക്കൂസ് അന്ന് പറമ്പാണ്. വീട്ടിനുള്ളിൽ കക്കൂസ് പണിയുന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങൾ മുഴുവൻ പരതിയാലും കക്കൂസിൻ്റെ സ്ഥാനം കാണില്ല. ഇന്നാണ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടും? അതിനുവേണ്ടി ഇപ്പം പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കക്കൂസ് എവിടെ വേണം എന്നുള്ളതിന്. അതിന് ചില പ്രസിദ്ധരായ വാസ്തുശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ ചില പ്രത്യേക ഇതൊക്കെ പറയുന്നുണ്ട്. സൂര്യൻ അഭിമുഖമായി പോകരുത് നിങ്ങളിരിക്കുന്നത്. കക്കൂസിലിരിക്കുന്നത് സൂര്യൻ അഭിമുഖമായ ഭയങ്കര കുഴപ്പമാണെന്നാണ്. സൂര്യൻ അഭിമുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം വാതിലടച്ചിട്ടാണ് നമ്മൾ ഇരിക്കുക. അതിൻ്റെ ഉള്ളിൽ സൂര്യൻ എന്തായാലും കാണുമല്ലോ, ഒരു സംഗതിയും കാണില്ല. പണ്ടത്തെ ഈ ഇരിപ്പിൻ്റെ ചില നിയമങ്ങളുണ്ട്. സൂര്യൻ അഭിമുഖമായിട്ടിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റ് സ്ത്രീകൾക്ക് അഭിമുഖമായിട്ടിരിക്കാൻ പാടില്ല. ഒക്കെ ശരിയാണ്. ഒക്കെ അന്നത്തെ കാലത്ത് പറമ്പിലിരിക്കുമ്പം പ്രശ്നമാണ്. പക്ഷേ ഇപ്പം അതിനൊരു പ്രസക്തിയില്ല. പക്ഷേ ഇപ്പോഴും അതൊക്കെ തന്നെ ജ്യോതിഷന്മാർ അല്ലെങ്കിൽ ഈ വാസ്തുശാസ്ത്രജ്ഞന്മാർ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ കേരളം എടുത്താൽ കേരളത്തിൽ ഇതൊന്നും ഒരു പ്രസക്തിയില്ല എന്ന് നമുക്കറിയാം. പണ്ട് കാലത്ത് ബഹുഭൂരിപക്ഷ ആളുകളും ചെറ്റക്കുടിലുകളിലാണ് കഴിഞ്ഞിരുന്നത്. ചെറ്റക്കുടിലുകളിൽ കഴിയുന്ന കാലത്ത് വാസ്തുശാസ്ത്രം അനുസരിച്ചല്ല വീട് വെക്കുക. ഒരു ഓല കെട്ടി മറച്ച ഒരു വീടുണ്ടാക്കുമ്പം ആരും വാസ്തുശാസ്ത്രത്തിനെ കൺസൾട്ട് ചെയ്യാറില്ല. അപ്പോൾ ഒരു വാസ്തുശാസ്ത്രം ഇല്ലാത്ത വീടുകളിൽ താമസിച്ച് കേരളം ഇന്നത്തെ രീതിയിലേക്ക് വളർന്നത് എങ്ങനെയാണ്? വളർന്നത് അവകാശ സമരങ്ങൾ നടത്തി ജീവിക്കാൻ ആവശ്യമായ കൂലി വേണം പണിയെടുത്താൽ എന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ സ്കൂള് വേണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ മക്കളെ പഠിപ്പിച്ച് വിദ്യാഭ്യാസമൊക്കെ നൽകി. അങ്ങനെയാണ് നമ്മുടെ കേരളം ഇന്നത്തെ കേരളമായത്. വാസ്തുശാസ്ത്രം നമ്മളെ ഒരു ഘട്ടത്തിലും സഹായിച്ചിട്ടില്ല. അന്ന് വലിയ വാസ്തു അനുസരിച്ച് വീടുകൾ ഉണ്ടാക്കിയ പല കുടുംബങ്ങളും ഇന്ന് ഇല്ല, നശിച്ചു പോയിട്ടുണ്ട് അല്ലേ? വാസ്തുശാസ്ത്രം അനുസരിച്ച് നീളുന്ന 4 കെട്ടും 8 കെട്ടും ഒക്കെ പണ്ടുണ്ട്, അതൊന്നും ഇന്നില്ല, ഒക്കെ തകർന്നു പോയിട്ടുണ്ട്. വാസ്തു അല്ല നമ്മളെ രക്ഷിച്ചത്, നമ്മുടെ ജനത നേടിയ വിദ്യാഭ്യാസം. രാഷ്ട്രീയ വിദ്യാഭ്യാസം ആദ്യം നേടുകയും പിന്നീട് സാക്ഷരത നേടുകയും ചെയ്ത ഒരു ജനതയാണ് നമ്മുടെ കേരളത്തിലെ ജനത. അതിൻ്റെ ഗുണം അടുത്ത തലമുറയ്ക്കുണ്ടായി. പക്ഷേ ഏറ്റവും വിചിത്രമായ വസ്തുത, ഈ കൂട്ടർ ഇപ്പം ഗൾഫിലൊക്കെ പോയി പണം ഉണ്ടാക്കി. ഒരു ഘട്ടത്തിലും അവരെ വാസ്തു സഹായിച്ചിട്ടില്ല. ഇവിടെ കുടിലുകളിലാണ് താമസിച്ചത്. ഗൾഫിൽ പോയി താമസിച്ചത് നിങ്ങൾക്കറിയാം. അവിടെ കിടക്കുന്ന രീതിയൊക്കെ എങ്ങോട്ടാണ് തലവെക്കുന്നത്? കിഴക്കോട്ട് തന്നെ തലവെക്കണമെന്നല്ല, നിർബന്ധം വെച്ചാൽ അവിടെ നടക്കില്ല. അപ്പം അവിടെ എങ്ങനെയാണ് കിടന്നത്? പല തട്ടുകളിൽ കിടന്ന് ഒരു വാസ്തുവും നോക്കാതെ ജീവിച്ച് പൈസയൊക്കെ ഉണ്ടാക്കി തിരിച്ച് കേരളത്തിലെത്തി ഒരു വീട് വെക്കണമെന്ന് വരുമ്പം ഈ കൂട്ടർക്ക് ഇപ്പം വാസ്തു വേണം. എത്ര വിചിത്രമാണ്! എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിക്കണം. ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും തങ്ങളെ സഹായിച്ചിട്ടില്ലാത്ത വാസ്തു പുതിയൊരു വീട് വെക്കുമ്പം ഇവർക്ക് വേണം എന്ന് പറയുന്നൊരവസ്ഥയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ. അതിനെതിരെയുള്ള ഒരു യുക്തിയുടെ ഒരു സമരമാണ്. യുക്തിക്ക് വേണ്ടിയുള്ള, ശാസ്ത്രബോധത്തിന് വേണ്ടിയുള്ള ഒരു സമരമാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. അത് വാസ്തുശാസ്ത്രമായാലും ജ്യോതിഷമായാലും ഒക്കെ തന്നെ നമുക്ക് ഇത് കാണാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ഈ അന്ധവിശ്വാസങ്ങൾ വരുന്നത് എന്നുള്ളതിന് ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജനിക്കുന്ന നാൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാല്, അമ്മയ്ക്ക് കാല്, അച്ഛന് കാല് എന്നൊക്കെ പറയുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ എല്ലായിടത്തും ബാബിലോണിയക്കാർക്കും ഇതുപോലെ തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അവർ പിൽക്കാലത്തുണ്ടാക്കിയെടുത്ത്. ഒരു ജനത വികസിച്ച് വളർന്നുകൊണ്ടിരിക്കുമ്പം അവർക്ക് അന്ധവിശ്വാസങ്ങൾ പൊതുവെ കുറവായിരിക്കും. സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഒരു ജനത വളരുമ്പം പൊതുവെ അന്ധവിശ്വാസങ്ങളുടെ അളവ് കൂടുതൽ ചെയ്യുക, കുറയുകയാണ് ചെയ്യുക. ബാബിലോണിയക്കാർ അങ്ങനെയായിരുന്നു. BC ഒരു 4000 മുതൽ ഇങ്ങോട്ടുള്ള അവരുടെ ചരിത്രം എടുത്താൽ വലിയൊരു സംസ്കാരത്തിന് ഉടമകളായിരുന്നു അവർ. പക്ഷേ BC 7-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ചുറ്റുമുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണത്തെ അവർ നേരിടും. അങ്ങനെ ആക്രമണത്തെ നേരിട്ട കാലത്ത് അവിടുത്തെ പുരോഹിത വർഗം ഈ മനുഷ്യൻ്റെ ദുരിതത്തിനൊക്കെ കാരണം ഈ ആക്രമണങ്ങൾ ആണെന്നല്ല പ്രചരിപ്പിച്ചത്, മറിച്ച് നമ്മൾ ജനിക്കുമ്പോഴുള്ള ഗ്രഹനിലയാണ്, ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് എന്ന് പറഞ്ഞു പരത്തി. അങ്ങനെയാണ് ബാബിലോണിയക്കാർ അവരുടെ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ഇന്ത്യക്കാരുടെ പോലെ അതിനേക്കാൾ കൂടിയ അന്ധവിശ്വാസങ്ങൾ വളർത്തിയെടുത്തു. ചില ഗ്രഹങ്ങൾ ചില സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമാണ്. നമ്മുടെ ചൊവ്വാദോഷമൊക്കെ പോലത്തെ സാധനം അവിടെയുണ്ട്. ചൊവ്വാദോഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കാം. ഒരു കുട്ടി ജനിക്കുമ്പം ഈ 12 രാശികൾ, ഞാൻ നേരത്തെ പറഞ്ഞ 12 രാശികളിൽ അസ്തമിക്കുന്ന രാശിയിൽ ചൊവ്വ നിൽക്കുന്നതാണ് 7-ൽ ചൊവ്വ എന്ന് പറയുന്ന ദോഷം. നിങ്ങൾ ജനിക്കുമ്പം കിഴക്കുദിക്കുന്ന രാശിയെയാണ് ലഗ്നരാശി എന്ന് പറയുക. ഒരു രാശി എപ്പോഴും കിഴക്കുദിച്ചുകൊണ്ടിരിക്കും. ഭൂമി പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് കറങ്ങുന്ന കാരണം കിഴക്ക് നിന്ന് എപ്പോഴും രാശികൾ പൊങ്ങി വരും. 2 മണിക്കൂർ കൊണ്ട് ഒരു രാശി ഉയർന്നു വരും. കിഴക്കുദിക്കുന്ന രാശിയെ ലഗ്നരാശി, നിങ്ങളുടെ ജാതകം നോക്കിയല്ല എന്നൊരക്ഷരം കാണാം. നിങ്ങൾ ജനിക്കുമ്പം ഉദിച്ചുകൊണ്ടിരുന്ന രാശി ഏതാണെന്ന് അതിൽ കാണാം. അവിടുന്ന് 7-ാമത്തെ രാശിയിൽ ചൊവ്വ നിൽക്കുന്നതാണ് 7-ൽ ചൊവ്വ എന്ന് പറയുന്ന ദോഷം. 7-ലായിരുന്നു ചൊവ്വയെങ്കിൽ നിങ്ങളുടെ ജനനം ചൊവ്വാദോഷത്തിലാണ് എന്നാണ് വരും. ചൊവ്വ അന്നത്തെ കാലത്ത് പേടിപ്പെടുത്തുന്ന ഒരു ഗ്രഹമാണ്. ഗ്രഹമല്ല, ഒരു ദേവനാണ്. അത് ചുവന്ന നിറത്തിലാണ് കാണുക. ചൊവ്വയ്ക്ക് ചുവപ്പ് നിറമാണ്. അതിന് കാരണം അത് യുദ്ധത്തിൻ്റെ ദേവനായതുകൊണ്ടാണ്. ചോരയുടെ നിറമാണ്. ഇതാണ് അന്നത്തെ ധാരണ. ഇന്ന് നമുക്കറിയാം ചൊവ്വയുടെ ചുവപ്പിന് കാരണം അതിൽ ഇരുമ്പിൻ്റെ ഓക്സൈഡുകൾ ഉള്ളതുകൊണ്ടാണ്. സൂര്യപ്രകാശം തട്ടുമ്പം ആ ഓക്സൈഡുകൾ എല്ലാ കളറും അബ്സോർബ് ചെയ്യും, ചുവപ്പൊഴികെ. അതുകൊണ്ട് ചുവപ്പിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ചൊവ്വ ചുവന്ന് കാണുന്നത്. ഇന്ന് നമുക്കറിയാം. പക്ഷേ അന്നത്തെ കാലത്ത് അതറിയില്ല. അതുകൊണ്ട് ചൊവ്വ ഒരു ദുഷിച്ച ഗ്രഹമാണ്, മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഗ്രഹമാണ്. അതിൻ്റെ സ്ഥാനം അനുസരിച്ച് വൈവാഹിക കാര്യങ്ങൾ തീരുമാനിക്കണം. 7-ൽ ചൊവ്വ വന്നാൽ കല്യാണം കഴിക്കാൻ പോകുന്ന മറ്റേ കക്ഷിക്ക് ചൊവ്വയില്ലെങ്കിൽ, ചൊവ്വാദോഷം ഇല്ലെങ്കിൽ ആപത്താണ്. 2 പേർക്കും ചൊവ്വയുണ്ടെങ്കിൽ അന്യോന്യം ക്യാൻസലായി പോയിക്കോ. അതാണ്. എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് അന്ന് വിശ്വസിച്ചിരുന്നതെന്ന് ആലോചിച്ച് പോവുക. ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി ജനിക്കുമ്പം പടിഞ്ഞാറ് അസ്തമിക്കുകയായിരുന്നു ചൊവ്വ. 7-ൽ ചൊവ്വയും 8-ൽ ചൊവ്വയുണ്ട്. 7-ൽ ചൊവ്വയാണ് ഏറ്റവും കുഴപ്പം. കാരണം അവനവനല്ല കുഴപ്പം വരിക, കല്യാണം കഴിക്കുന്ന മറ്റേ കക്ഷിക്കാണ്. ഒരു പെൺകുട്ടിക്ക് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ, ചൊവ്വാദോഷം ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ കല്യാണത്തിന് ശേഷം അയാൾക്കാണ് അപകടം വരിക, ഈ കുട്ടിക്കല്ല. വിധവയാവും കുട്ടി എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു യുക്തിവാദി പോലും അല്പം പേടിച്ചു പോകും. അവനവനാണ് കുഴപ്പം വരിക, പെൺകുട്ടിക്കാണ് കുഴപ്പം വരിക എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലായിരുന്നു. കല്യാണം കഴിക്കാനൊന്നൊരു തടസ്സമാവില്ല. കാരണം പിന്നെ ഒരു ചാൻസും കൂടെ വരിക ചെയ്യാം. പക്ഷേ ഇവിടെ അതല്ല. കല്യാണം കഴിക്കുന്ന ആൾക്കാർ കുഴപ്പമെന്ന് വെച്ചാൽ കല്യാണം കഴിക്കുമ്പം സംശയിച്ച് പലരും കഴിക്കാതെ ആവും. അങ്ങനെ വിധവകളായി നിൽക്കേണ്ടി വരുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, പുരുഷനെ കിട്ടാതെ. ഇതാണ് ഈ ചൊവ്വാദോഷം പോലെയുള്ള ശനിദശ, ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ സ്ഥാനം വെച്ച് മനുഷ്യൻ്റെ ഭാവി പറയുന്ന ഏർപ്പാട്. ഇത് ബാബിലോണിയയിൽ നിന്നാണ് ഗ്രീസിലെത്തിയത്. ഗ്രീസിൽ ആണത് പിന്നെ വളർന്ന് ഗ്രീസിലേക്ക് ബാബിലോണിയയിൽ നിന്ന് കൊണ്ടുപോയത് ബെറോസസ് എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ്. ബെറോസസ് ആണ് അവിടെ പോയി ജ്യോത്സ്യം പഠിപ്പിക്കാൻ തുടങ്ങിയത്.
ജ്യോത്സ്യത്തിൻ്റെ സ്കൂളൊക്കെ ഏഥൻസിൽ സ്ഥാപിച്ചത് ബെറോസസാണ്. അവിടെ പഠിച്ച ഒരുപാട് ജ്യോത്സ്യന്മാരാണ് യൂറോപ്പിലാകെ ഇത് പ്രചരിപ്പിച്ചത്. അലക്സാണ്ടറുടെ ഇന്ത്യ ആക്രമണത്തിന് ശേഷമാണ് ഇന്ത്യയിൽ അവരുടെ ജ്യോത്സ്യം എത്തുന്നത്. ഈ രാശികളെ ആസ്പദമാക്കിയുള്ള ജ്യോതിഷം ഇന്ത്യയിലെത്തുന്നത് ഇന്ത്യക്കാരുടെ അല്ല, രാശികളൊന്നും ഇന്ത്യക്കാരുടെ അല്ല, അത് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഗ്രീക്ക് ജ്യോത്സ്യം അവതരിപ്പിക്കുന്നത് ഗർഗമുനി എന്ന് പറയുന്ന ഒരു ജ്യോത്സ്യനാണ്. ഗർഗമുനിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട പരാശര മുനിയൊക്കെയാണ് ഇന്ത്യയിൽ ജ്യോത്സ്യം അവതരിപ്പിക്കുന്നത്. പിന്നീട് ഇന്ത്യയിൽ അതിനെ ഏറ്റവും കൂടുതൽ വളർത്തിയെടുത്തിട്ടുള്ളത് വരാഹമിഹിരനാണ്. വരാഹമിഹിരൻ്റെ ബൃഹജ്ജാതകം എന്ന് പറയുന്ന കൃതി, അതാണ് ഇന്ത്യയിൽ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പിന്നീട് മാറിയത്. ഇതിലൊക്കെ പറയുന്ന ബഹുരസമായ ഞാൻ അധികം പറയുന്നില്ല, വേറെ പറഞ്ഞ് നിങ്ങളെ ഇപ്പം ബോറടിപ്പിക്കുന്നില്ല. വായിക്കുന്നത് രസമാണ് കേട്ടോ. ഈ പുസ്തകമൊക്കെ ഒറിജിനൽ എടുത്തൊന്ന് വായിക്കാൻ രസമാണ്. ഇപ്പം ഈ പ്രസിദ്ധരായ ഇവരുടെയൊക്കെ കൃതികളെടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് രസിക്കാൻ കഴിയും. വളരെ രസകരമായ ഒരുപാട് ഇൻസിഡൻസ് അതിൽ കാണാൻ കഴിയും. ഉദാഹരണത്തിന് വരാഹമിഹിരൻ്റെ ചില ശ്ലോകങ്ങൾ പറയുന്നത്, ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും ചേർച്ചയിൽ ചില സ്ഥാനങ്ങളിൽ അവർ നിൽക്കുമ്പം ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ ആ സ്ത്രീ 3 കൊല്ലം കഴിഞ്ഞേ പ്രസവിക്കുള്ളൂ എന്നാണ്. ഡോക്ടർ ഇവിടെ ഇന്ന് എതിർത്തിട്ടൊന്നും കാര്യമില്ല, 3 കൊല്ലം ഇതും കൊണ്ട് നടക്കണം സ്ത്രീ, മനസ്സിലല്ലേ? അപ്പം ഇങ്ങനെ 3 കൊല്ലം കഴിഞ്ഞ് ഗർഭം ധരിച്ച സ്ത്രീ 3 കൊല്ലം കഴിഞ്ഞ് പ്രസവിക്കുന്ന ഗ്രഹനില, പാമ്പിനെ പ്രസവിക്കുന്ന ഗ്രഹനില. ചില പ്രത്യേക ഗ്രഹനിലകളിൽ ഗർഭം ധരിച്ചാൽ പാമ്പിനെ ആയിരിക്കും പ്രസവിക്കുക. ഒരു സ്ത്രീയുടെ സ്വഭാവം എന്തായിരിക്കും, അവർ പരപുരുഷനെ പ്രാപിക്കുമോ എന്ന് തീരുമാനിക്കുന്നത് സ്ത്രീയുടെ ജാതകമല്ല, പുരുഷൻ്റെ ജാതകമാണ്. നിങ്ങൾ കല്യാണം കഴിക്കുന്ന പുരുഷൻ്റെ ജാതകം മോശമാണെങ്കിൽ നിങ്ങൾ വ്യഭിചാരിണിയായി മാറും ഒരു സ്ത്രീ, ശരിയല്ലേ? അപ്പം ഇങ്ങനെ സ്ത്രീവിരുദ്ധവും ഒരു യുക്തിയുമില്ലാത്ത ഒരുപാട് നമുക്കിങ്ങനെ വായിച്ച് രസിക്കാൻ തോന്നി. ഇതൊക്കെയാണല്ലോ. പക്ഷേ അല്പം ക്രിട്ടിക്കലായിട്ട് തന്നെ നോക്കണം. അല്ലാതെ വിശ്വാസത്തോടെയാണോ നോക്കുന്നതെങ്കിൽ എല്ലാം നമ്മൾ വിശ്വസിക്കാനില്ല. പക്ഷേ ക്രിട്ടിക്കലായിട്ട് നോക്കുന്ന ഒരാൾക്ക് രസിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഇദ്ദേഹത്തിൻ്റെ കൃതി. ഇതുപോലെ വേറെയും ഒരുപാട് കൃതികളുണ്ട്, ഭയങ്കര രസകരമായ കൃതികളുണ്ട്. ഒരു ബ്രാഹ്മണൻ ഏത് ദിവസമാണ് ഷേവ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഏത് ദിവസമാണ്, ചന്ദ്രൻ്റെ ഉദയോസ്തമയമായിട്ട് ബന്ധപ്പെട്ടാണ്. എത്ര നാളാണ് ബ്രാഹ്മണൻ ഷേവ് ചെയ്യേണ്ടത്, അഥവാ അന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കണം പ്രായശ്ചിത്തം, പിന്നീട് അയാൾ എത്രാമത്തെ ദിവസമാണ് ഷേവ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് അതിലെ പ്രതിപാദ്യ വിഷയം. എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മാത്രം ഷേവ് ചെയ്തിരുന്നൊരു കാലത്ത്, ശാസ്ത്രമൊന്നും ഇങ്ങനെ വളരാതിരുന്നൊരു കാലത്ത് ഉണ്ടാക്കിയെടുത്ത ഒരുപാട് സംഗതികളാണ് ഇന്നത്തെ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുക. നിങ്ങളത് രസകരമായി വായിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതേപോലെ തന്നെ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളും വളരെ രസമാണ്. വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങൾ, പഴയ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇപ്പം കിട്ടാനില്ല, കാരണം അത് ഇന്നത്തെ കാലത്ത് ചിലവാകില്ല എന്നുള്ളത് കൊണ്ടാണ്. പഴയ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ എവിടെ വീട് വെക്കണം, നിങ്ങൾ ഉപയോഗിക്കുന്ന മണ്ണിൻ്റെ നിറം എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. ബ്രാഹ്മണൻ വീട് വെക്കുന്നത് നെയ്യിൻ്റെ മണമുള്ള വെളുത്ത മണ്ണിലായിരിക്കണം. ക്ഷത്രിയൻ ചോര മണമുള്ള ചുവന്ന മണ്ണിലായിരിക്കണം വീട് വെക്കുന്നത്. വൈശ്യൻ മഞ്ഞ മണ്ണിലാണ്. ശൂദ്രനോ മദ്യത്തിൻ്റെ മണമുള്ള കറുത്ത മണ്ണിലാണ്. അങ്ങനെ ഓരോ ജനവിഭാഗവും ഏതേത് മണ്ണിൽ വീട് വെക്കണം, ഏതേത് ദിക്കിലേക്ക് മുഖം തിരിച്ച് വെക്കണം എന്നൊക്കെ കൃത്യമായി പഴയ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ഇപ്പോഴത് പ്രചാരത്തിലില്ല, കാരണം ആരും അതിനെ വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല വിമർശനത്തിന് പാത്രമാകും എന്നുള്ളത് കൊണ്ടാണ്. പണ്ട് ഇത് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ഓരോ ജാതിയും കൂടിക്കലരാതെ നോക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വമായിരുന്നു ജ്യോത്സ്യൻ്റെ. ബ്രാഹ്മണം വീട് വെക്കുന്നിടത്ത് കൊണ്ടുപോയി ഒരു വൈശ്യം വീട് വെച്ചാൽ, അല്ലെങ്കിൽ ശൂദ്രൻ വീട് വെച്ചാൽ, ഒരേ പ്രദേശത്ത് വീട് വെച്ചാൽ വലിയ കുഴപ്പങ്ങളാണ് വരുന്നത്. എങ്ങാനും രണ്ടിൽപ്പെട്ട ഒരു പെണ്ണും ആണും കൂടി എങ്ങാൻ പ്രേമത്തിലായാൽ
ആകെ കുഴപ്പമാവും. അപ്പം ഇങ്ങനെ മനുഷ്യരുടെ സമ്പർക്കം, ജാതികൾ, വ്യത്യസ്ത ജാതികൾ തമ്മിൽ സമ്പർക്കത്തിൽ വരാതിരിക്കുക എന്നുള്ളതും കൂടി ജ്യോതിഷത്തെ ഈ വാസ്തുശാസ്ത്രത്തിൻ്റെയൊക്കെ ആവശ്യമായിരുന്നു. അപ്പം പഴയ ഈ വാസ്തുശാസ്ത്രമായാലും ജ്യോതിഷമായാലും ഒക്കെ തന്നെ ഉണ്ടായി വന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യം വേറെ, അന്ന് അന്ധവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടല്ല അതുണ്ടായി വന്നതെന്നും പുരോഹിത വർഗമാണ് പിന്നീട് അതിനെ ദുരുപയോഗം ചെയ്ത് അന്ധവിശ്വാസങ്ങളിലേക്ക് എത്തിച്ചത് എന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് വേണ്ടത്. ഈ എല്ലാ ഏർപ്പാടിലും ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ മാത്രമൊന്നുമല്ല. ശാസ്ത്രം എന്ന് നമ്മൾ സയൻസായിട്ട് ഒരു കാലത്ത് ഗണിക്കപ്പെട്ട് എല്ലാത്തിലും തന്നെ ഈ ബ്രാഹ്മണ കൈകടത്തിൽ നടന്നിട്ടുണ്ട്. കാരണം അവർക്ക് മാത്രമാണ് ഗ്രന്ഥരചനയുടെ അവകാശം ഉണ്ടായിരുന്നത്. അത് നമുക്ക് ആയുർവേദത്തിലും കാണാം. ആയുർവേദത്തിൽ നിങ്ങൾ ഏത് സമയത്താണ് പോയി മരുന്ന് പറിക്കേണ്ടത്, പച്ചമരുന്നാണല്ലോ പറിക്കേണ്ടത്, അത് ഏത് സമയത്താണ് പറിക്കേണ്ടത് എന്നടക്കം അതിരാവിലെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വിവസ്ത്രയായിട്ട് വസ്ത്രം ധരിക്കാതെ പോയിട്ട് പറിക്കേണ്ട മരുന്നുകളുണ്ട്. അത് സ്ത്രീ തന്നെ പറിക്കുകയും വേണം. വസ്ത്രമൊന്നും ധരിക്കാതെ പോയിട്ട് പറിക്കേണ്ട മരുന്നുകളുണ്ട്. അതേപോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ രാവിലെ വസ്ത്രമൊന്നും ഉടുക്കാതെ സൂര്യോദയത്തിന് മുമ്പ് നിലവുഴണം. അത്തരം വിശ്വാസങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് എന്തോ പുണ്യം കിട്ടും. കാരണം സ്ത്രീ എന്ന് പറയുന്ന ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഉൽപ്പാദനത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീ, അതും നഗ്നയായിട്ടാണെങ്കിൽ അസല് എന്നുള്ള രീതിയിലുള്ള വിശ്വാസങ്ങൾ ഇന്നും നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ. അപ്പോൾ ഇതൊക്കെ എല്ലാ മേഖലയിലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ. ആയുർവേദത്തിൽ ഈ ആയുർവേദത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ മൂലകങ്ങളുടെ പട്ടികയുണ്ടല്ലോ, അതുപോലും ഉപേക്ഷിച്ചതാണ്. കാരണം ആയുർവേദത്തിൽ പറയുന്നത് 5 മൂലകങ്ങളാണ് ഈ പ്രകൃതിയിലുള്ളത്. പൃഥ്വി അല്ലെങ്കിൽ മണ്ണ്, ജലം, അഗ്നി, വായു, ആകാശം. ഈ 5 എണ്ണമാണ്. ഇതാണ് അടിസ്ഥാന മൂലകങ്ങൾ. അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ 92 അടിസ്ഥാന മൂലകങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ പഠിപ്പിച്ചാലുണ്ടാകുന്ന പ്രശ്നമാണ് യഥാർത്ഥത്തിൽ അത് പഠിപ്പിക്കേണ്ട സ്കൂളിൽ എന്ന് തീരുമാനിക്കാൻ കാരണം. സ്കൂളിൽ അത് പഠിപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് ജിജ്ഞാസുമായിട്ടുള്ളൊരു കുട്ടി ചോദിക്കും, അപ്പോൾ ഈ പഞ്ചമൂല സിദ്ധാന്തം ഇതും കൂടെ എങ്ങനെയാണ് യോജിച്ചു പോവുക എന്ന് ചോദിക്കും. ആ ചോദ്യം സ്കൂളിലെങ്കിലും ഉയരാതിരിക്കണം. ഇത് നിങ്ങൾ കോളേജിൽ പഠിച്ചാൽ മതി. കോളേജിൽ ആരാ എത്തുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ദളിതൻ്റെ മക്കളൊന്നും കോളേജിൽ എത്തുന്നവർ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഈ ചോദ്യങ്ങൾ ചോദിക്കാത്ത ആളുകളെ കോളേജിലൊക്കെ എത്തുള്ളൂ. ചില കാര്യങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പരിണാമ സിദ്ധാന്തവും പഠിക്കേണ്ടതെന്ന് വെച്ചത്. പരിണാമ സിദ്ധാന്തം പഠിച്ചാലുണ്ടാകുന്ന ഒരു കുഴപ്പമുണ്ടല്ലോ, ഒരു വലിയ കുഴപ്പമാണ്, ചെറിയ കുഴപ്പമൊന്നുമല്ല. പരിണാമ സിദ്ധാന്തം പഠിക്കുന്നതെങ്കിൽ മനുഷ്യൻ ബ്രഹ്മാവിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണർ, കൈകളിൽ നിന്ന് ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയർ, തുടകളിൽ നിന്ന് വൈശ്യർ, കാൽപാദങ്ങളിൽ നിന്ന് ശൂദ്രൻ്റെ ജീവിത ലക്ഷ്യം തന്നെ മറ്റു 3 വർണ്ണികളെ സേവിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മനുസ്മൃതി പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ബ്രഹ്മാവിൽ നിന്ന് ഏതാനും സമയത്തിനുള്ളിൽ ഉണ്ടായതാണ് എന്ന് നിങ്ങൾ ഒരു ഭാഗത്ത് പഠിക്കുക. മറ്റൊരു ഭാഗത്തുനിന്ന് പരിണാമത്തിലൂടെ ഒരു 3 ലക്ഷം വർഷത്തോളം മുമ്പ് ഉരുത്തിരിഞ്ഞ് വന്നതാണ് മനുഷ്യനെന്നും അത് ഇന്ത്യയിലേക്ക് ഏതാണ്ട് 65,000 കൊല്ലം മുമ്പാണ് ആദ്യത്തെ കുടിയേറ്റം നടന്നതെന്നും ഒക്കെ സ്കൂളിൽ പഠിപ്പിക്കുക. ഈ രണ്ടും കൂടി തമ്മിൽ യോജിക്കില്ല. അപ്പം ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ഒരു വശത്തും മറ്റൊരു വശത്ത് പരിണാമ സിദ്ധാന്തവും പഠിക്കേണ്ടി വരും. അത് യോജിച്ച് പോകാതുകൊണ്ട് നിങ്ങൾ തൽക്കാലം പരിണാമ സിദ്ധാന്തം സ്കൂളിൽ പഠിക്കേണ്ട എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സംഗതികളാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിലുള്ളത്. അത് ജ്യോതിഷവും നാളെ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. വാസ്തുശാസ്ത്രവും ഒക്കെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു കാലം വരും ഇങ്ങനെ പോയാൽ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാനിപ്പം സമയം കഴിഞ്ഞതുകൊണ്ട് നിർത്തുകയാണ്.